എന്റെ പൊന്നു പെങ്ങന്മാരെ, പാശ്ചാത്യ രാജ്യങ്ങളിലെ പെണ്ണുങ്ങൾ ധരിക്കുന്ന അടിവസ്ത്രം കേരളത്തിലെത്തിയപ്പോൾ അത് മോഡൽ വസ്ത്രമായി. ഇങ്ങനത്തെ വേഷം ധരിക്കുന്ന പെണ്ണിനെ കുറിച്ച് മുത്തായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇങ്ങനെ ശരീരം ധരിക്കുന്ന, ഇങ്ങനത്തെ വസ്ത്രം ധരിക്കുന്ന, ശരീരത്തോട് ഒട്ടിച്ചേർന്ന് കിടക്കുന്ന വേഷം ധരിക്കുന്ന പെണ്ണ് മുറിക്കുപ്പായം തിരിച്ചിട്ടാലും മറിച്ചിട്ടാലും മോഡല്, മുഖത്തിൽ നിന്നും വടിച്ചെടുക്കാം 3/4 കിലോ പൗഡർ, അനക്കം തെറ്റിയാൽ ഉളുക്കി വീഴും ചെരുപ്പുമിട്ട് കാലില്, ഒതുക്കമില്ല ഇളിച്ചു കൊണ്ട് കുണുങ്ങി കുണുങ്ങി നടക്കല്. ഇങ്ങനത്തെ പെണ്ണിനെ കുറിച്ചാ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. ആ പെണ്ണിനെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കാണാതിരിക്കട്ടെ. ആ പെണ്ണിന് സ്വർഗത്തിന്റെ വാസനയില്ല, അവൾക്ക് സ്വർഗത്തിലേക്ക് പാസില്ല. നബിയുനാ റസൂലുള്ളാഹ്. അപ്പോ ഒന്ന് ശരീരത്തിന്റെ പകുതി ഭാഗം മറച്ചു, പകുതി ഭാഗം മറക്കാത്ത പെണ്ണ്. മറ്റൊന്ന് ശരീരത്തോട് ഒട്ടിച്ചേർന്ന് കിടക്കുന്ന വസ്ത്രം ധരിക്കുന്ന പെണ്ണ്. പുരുഷന്മാർക്കൊക്കെ ഭയങ്കര അഭിമാന, എൻ്റെ ഭാര്യ പർദ്ദടാണ്ട് പുറത്തു പോയില്ല ഉസ്താദെ. ആ വിഷയത്തിലേക്ക് അവൾ വളരെ ഡീക്കാണ്. പക്ഷെ സംഗതി പർദ്ദയൊക്കെ തന്നെ, അവൾ പർദ്ദിട്ടിട്ട് തന്നെ പോവുക. പൂരപ്പറമ്പിൽ ബലൂണ് വീർപ്പിച്ച് വെച്ച പോലെ ഉണ്ടാവുന്ന മാത്രം. ബസ്സിൽ സീറ്റ് കിട്ടിയാലും ഈ സാധുക്കൾ ഇരിക്കൂല. അങ്ങനെ നോക്കിയണ, ബസ്സിൽ സീറ്റ് കിട്ടിയാലും ഇരിക്കൂല. കാരണം ഇരുന്ന് കഴിഞ്ഞാൽ ബസ് വല്ല വളവൊന്ന് സ്പീഡിലൊന്ന് വീശി ഓടിച്ചാൽ കമ്പിക്ക് ചെന്ന് ജാമാവും. കമ്പിക്ക് ചെന്ന് ജമാട്ടും എന്നിട്ട് ഇതിൻ്റെ സ്റ്റിച്ച് അങ്ങോട്ട് പൊട്ടും. പിന്നെ പൊത്തിപ്പിടിച്ചും കൊണ്ട് നടക്കേണ്ടി വരും. അത് എഴുതിയിട്ട് എന്തിന് സീറ്റിൽ കിട്ടിയിരിക്കൂല. അത് മാത്രമല്ല, റെഡിക്കനൊന്ന് ശ്വാസം വലിച്ചു വിടാനും കൂടെ പറ്റ തയ്യാറാവില്ല. കാരണം ഒരൊറ്റ വിടലാണ് വിട്ടാണ് എന്നിട്ട് പൊട്ടും. അത് പേടിച്ചിട്ട് അതിന് പോലും കഴിയൂല. ഇങ്ങനത്തെ വേഷം ധരിക്കുന്ന, ഇങ്ങനെ ധരിക്കുന്ന എന്താ? നിങ്ങൾ നോക്കി, കുറച്ചു മുമ്പല്ലേ യേശുദാസ് പർദാ പർദാ പർദാ, ഇത് പടച്ചോനെ പറ്റിക്കുന്ന പർദാ, പർദാ പർദാ പർദാ, ഇത് പടപ്പിനെ പറ്റിക്കുന്ന പർദാ. യേശുദാസ് കുറച്ച് മുമ്പ് പാടിയതാ. മൂപ്പരിക്കും തിരിഞ്ഞത് പടച്ചോനെ പറ്റിക്കുന്ന പരിപാടിയാണ്. പടച്ചോനെ മാത്രമല്ല, പടപ്പുകളെയും കൂടെ പറ്റിക്കുന്ന പരിപാടി അല്ലേ? ഇപ്പോ മൂല്യന്മാരൊക്കെ പർദ്ദന്റെ ടൈറ്റിനെ കുറിച്ച് പ്രസംഗിച്ചപ്പോൾ പെണ്ണുങ്ങൾ തീരുമാനിച്ചു, എന്നാ പിന്നെ ടൈറ്റ് ഇല്ലാത്ത ലൂസ് കൂടിയ പർദ്ദടാണ്. ഈ പർദ്ദട്ടിട്ട് ഇവളിങ്ങനെ വരുമ്പോൾ ഇവളാണ് പെണ്ണാണോ വരുന്നത്, അത് വല്ല വവ്വാലാണോ വരുന്നത് സംശയമാണ്. കാരണം അക്കോലത്തിലൊരു സാധനം ഇങ്ങനെ ഇളകി ഇങ്ങനെ വരുന്നുണ്ടാവും. വടി പോലത്തെ ഒരു സാധനം അതിൻ്റെ ഉള്ളിലുണ്ടാവും. ഇതാവസ്ഥ. അല്ലാഹു കാക്കട്ടെ. എന്നിട്ട് അതിങ്ങനെ ബസ്സിലൊക്കെ കയറിയിട്ട് കമ്പിക്കൊണ്ട് പിടിച്ചാൽ ഈ സാധനം കീപ്പിട്ട് ഇങ്ങോട്ട് പോരും. കണ്ടക്ടർമാർക്ക് നല്ല സുഖം, മിച്ചഭൂമി ഇങ്ങനെ കാണാം. അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര മനോഹരമായിട്ടാണ് പഠിപ്പിച്ചത്. അല്ലാഹു കാക്കട്ടെ, അല്ലാഹു ബോധം നൽകട്ടെ. ഇങ്ങനത്തെ ടൈറ്റ് ഫിറ്റ് വേഷം ധരിക്കുന്ന പെണ്ണെ നല്ലോണം ചിന്തിച്ചോളൂ, നല്ലോണം ചിന്തിച്ചോളൂ. അള്ളാഹിന്റെ ഖുർആൻ പറഞ്ഞതിന് എതിര് ചെയ്താൽ പീഡിപ്പിക്കപ്പെടും, ഒരു സംശയവുമില്ല. പിന്നെ കോടതി കൂടെ ഒന്നും പോയിട്ട് കാര്യം ഉണ്ടാവില്ല. അല്ലാഹു കാക്കട്ടെ. മൂന്നാമത്തെ വിഭാഗം പെണ്ണേതാണ്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, തൊലി നിറം പ്രകടമാകുന്ന രൂപത്തിൽ വേഷം ധരിക്കുന്ന പെണ്ണാണ്. നിസാഉൻ കാസിയാതുൻ ആരിയാത്ത്, വസ്ത്രം ധരിച്ചിട്ടും നഗ്നയാണെന്ന് പറഞ്ഞ പെണ്ണ് 3 എണ്ണമാണ്. ഒന്ന് ശരീരത്തിന്റെ ചില ഭാഗങ്ങൾ പ്രകടമാകുന്ന വസ്ത്രം ധരിക്കുന്നവൾ, മറ്റൊന്ന് ശരീരത്തോട് ഒട്ടിച്ചേർന്ന് കിടക്കുന്ന വേഷം ധരിക്കുന്നവൾ. മൂന്നാമത്തെ പെണ്ണ് ഏതെന്നറിയോ? ശരീരത്തിന്റെ തൊലി നിറം കാണുന്ന രൂപത്തിൽ വളരെ നേർമയായ വസ്ത്രം ധരിക്കുന്ന പെണ്ണാണ്. അതധികം ശ്രദ്ധിക്കേണ്ടത്. എന്റെ പൊന്നുപങ്ങളെ, നീ തലമറക്കുന്ന നിന്റെ തട്ടമുണ്ടല്ലോ, നിന്റെ തലയിലെങ്ങാനും വെളുത്ത രോമമുണ്ടെങ്കിലോ, ആ തട്ടം ധരിച്ചിട്ട് ആ വെളുത്ത രോമം പുറത്തേക്ക് കാണുന്നുണ്ടെങ്കിലോ നിനക്ക് സ്വർഗത്തിന്റെ വാസനയില്ല പെണ്ണേ. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الحمد لله
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം റബ്ബി ഇശ്റഹ് ലീ സദ്രീ വയസ്സിർ ലീ അംരീ വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി റബ്ബി ഇശ്റഹ് ലീ സദ്രീ വയസ്സിർ ലീ അംരീ واحلل عقدة من لساني يفقهوا قولي رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم صل مولاي صل وسلم دائما أبدا يا صاحب البغداد كن لي ناصري يا مطلب الحاجات عبد القادر يا صاحب الأجمير كن لي ناظري يا مطلب الحاجات خواجة سنجري يا صاحب الكنيال كن لي حاضري يا مطلب الحاجات مولى القادري يا قادري يا قادري يا قادري يا قادري يا شيخ مولى القادري إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فهب لي توبة قبل الممات فإنك غافر الذنب العظيم وعلى أمة محمد صلى الله عليه وسلم ഏറ്റവും സ്നേഹ ബഹുമാനങ്ങൾ നിറഞ്ഞ അഭിവന്ദരായ ഉസ്താദ്, അതുപോലെ മറ്റു പണ്ഡിതന്മാരെ, ശബ്ദം ശ്രവിക്കുന്ന മാതാപിതാക്കളെ, സഹോദര സഹോദരിമാരെ, ജമാഅത്തിന്റെ കർമ്മധീരരായ ഭാരവാഹികളെ, SKSSFിന്റെയും സമസ്ത അനുഭാവ സംഘടനകളുടെയും കർമ്മോത്സുകരായ പ്രവർത്തകരെ, സഹോദര സഹോദരിമാരെ, യുവ സുഹൃത്തുക്കളെ, വിദ്യാർത്ഥിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഈ ഒരുമിച്ച് കൂടൽ നാളെ ആഖിറ ലോകത്ത് നമുക്ക് ഉപകരിക്കുന്ന ഒരു അമലായി അല്ലാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമുഖ ഭാഷണത്തിനൊന്നും മെനക്കെടാതെ നാണം മറന്ന പെണ്ണും മാനം കാക്കാൻ ദീനുമെന്ന അവസരോചിതമായ
ഈ വിഷയം സവിസ്തരം പ്രസ്താവിച്ച് വിശദീകരിച്ച് പറയാൻ നമുക്ക് മുമ്പിൽ സമയം വളരെ പരിമിതമാണ്. മഹാനായ തങ്ങളവറുകൾ മജ്‌ലിസ് നൂറിന് നേതൃത്വം നൽകാൻ വരുന്നതിന് മുമ്പ് നമുക്ക് വിഷയം പറഞ്ഞ് അതൊരു വഖഫിൽ എത്തിക്കേണ്ടതുണ്ട്. പറയാൻ എനിക്കും കേൾക്കാൻ നിങ്ങൾക്കും അനുസരിച്ച് പ്രവർത്തിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇസ്ലാമിന്റെ ബദ്ധവൈരികൾ ഇസ്ലാമിനെതിരെ എപ്പോഴും അടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ആയുധമാണ് ഇസ്ലാമിലെ സ്ത്രീ സ്വാതന്ത്ര്യം എന്നുള്ളത്. ഇസ്ലാമിലെ സ്ത്രീയുടെ വേഷവിധാനത്തെയും ഇസ്ലാം പെണ്ണിന് കൊടുക്കുന്ന സ്ഥാനത്തെയും അതിലെല്ലാത്തിലും ഉപരി പെണ്ണിനെ അടുക്കളയിൽ തളച്ചിടപ്പെട്ട ഒരു മതമാണ് ഇസ്ലാം എന്നോ ഇസ്ലാമിന്റെ എതിർഭാഗത്ത് നിന്നോ ഇസ്ലാമിനെതിരെ എപ്പോഴും ആക്രോശങ്ങൾ ഉയർന്നു നിൽക്കുന്ന ഒരു വിഷയമാണ്. എന്നാൽ ലോകത്ത് പെണ്ണിനെ പെണ്ണായി അംഗീകരിച്ചത് പെണ്ണിന് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം മാത്രമല്ല, പെണ്ണില്ലെങ്കിൽ ഈ ലോകത്തിന് നിലനിൽപ്പില്ല എന്നവരെ ലോകത്തോട് വിളിച്ചു പറയാൻ ആർജവം കാണിച്ച ഒരു പ്രത്യയ ശാസ്ത്രമാണ് പരിശുദ്ധ ഇസ്ലാം. പ്രാചീന ബാബിലോണിയയിലെ നിയമസംഹിതയായ ഹമ്മുറാബിയ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാം. ഒരാൾ മറ്റൊരാളെ കൊന്നാൽ കൊന്നവനെയല്ല കൊന്നവന്റെ മകളെ കൊല്ലണമെന്നൊരു നിയമം. ഒരാൾ മറ്റൊരാളെ കൊന്നാൽ ആ കൊന്നവനെയല്ല കൊല്ലേണ്ടത്, അവന്റെ പെൺമക്കളെ കൊല്ലണമെന്ന് ഹമ്മുറാബിയ രേഖപ്പെടുത്തുകയാണ്. പ്രാചീന ഗ്രീക്കിന്റെ യൂറോപ്യൻ ചരിത്രകാരനായ വേലക്കി എന്ന ആൾ എഴുതുന്നത് കാണാം. പ്രാചീന ഗ്രീക്കിലും യൂറോപ്പിലും ഇതര രാജ്യങ്ങളിലൊക്കെ മതപുരോഹിതന്മാർ പോലും വേശ്യാലയങ്ങൾ നടത്തുകയും സ്വന്തം ഭാര്യമാരെ പോലും വേശ്യാലയങ്ങളിലേക്ക് നിർബന്ധിച്ച് പറഞ്ഞയക്കുകയും ചെയ്തിരുന്ന പണസമ്പാദനത്തിനുള്ളൊരു മാർഗമായി മാത്രം പെണ്ണിനെ ഉപയോഗിച്ചിരുന്ന ഒരു പ്രാചീന ഗ്രീക്കും യൂറോപ്യവും മറ്റു രാജ്യങ്ങളുടെ മുമ്പേ കഴിഞ്ഞു പോയിട്ടുണ്ടോ? ചരിത്ര ഗവേഷകനായ ക്രിസ്റ്റീന പോൾ പറയുന്നു, നയപരമായി സ്വന്തം ഭാര്യയെ മറ്റൊരാൾക്ക് വിൽക്കാനുള്ള അവകാശം ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ഒരു ഫൗണ്ട് ലിസ്റ്റ് നായക്ക് വേണ്ടി 20 ഷില്ലിങ്ങിന് വേണ്ടി സ്വന്തം ഭാര്യയെ വിൽപ്പന നടത്തിയ ഒരു കർഷകന്റെ ചരിത്രം, കർഷകനെ കുറിച്ചുള്ള വാർത്ത 1832 ആനുവൽ റിക്കാർഡ്സിൽ രേഖപ്പെടുത്തപ്പെട്ട് കിടക്കുന്നുണ്ടോ? എന്തിന് നമ്മൾ ഗ്രീക്കിലേക്കും യൂറോപ്പിലേക്കും പോവണം? ഈ ഭാരതത്തിന്റെ പ്രാചീന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന അവസ്ഥ എന്തായിരുന്നു? തിന്നാനും കുടിക്കാനും ഭോഗിക്കാനും മാത്രമായിരുന്നില്ലേ ഒരു കാലത്ത് ഭാരതത്തിലെ ജനത സമയം ചിലവഴിച്ചിരുന്നത്? വിദ്യാധർ മഹാജൻ പറയുന്നത് കാണാമല്ലോ, 6-ാം നൂറ്റാണ്ടിൽ ഭാരത ജനത ഭാരിച്ച ജോലികളിൽ നിന്ന് പരിപൂർണമായി വിട്ടുനിൽക്കുകയും കേവലം കന്യകമാരോടൊത്തുള്ള ആസ്വാദനത്തിന് വേണ്ടി മാത്രം സമയം ചിലവഴിക്കുകയും ചെയ്തിരുന്ന ഒരു കാലഘട്ടം ഈ ഭാരതത്തിന്റെ മണ്ണിൽ കഴിഞ്ഞു പോയിട്ടുണ്ടോ? 6-ാം നൂറ്റാണ്ടിലെ ചരിത്രത്തിൽ നമുക്ക് കാണാം. ആ അവസരത്തിലാണ് കുടിക്കൂ, ഭുജിക്കൂ, ഭോഗിക്കൂ, സന്തോഷത്തിൽ ആറാടൂ എന്ന മുദ്രാവാക്യമായി വാമർഖി കടന്നു വരുന്നത്. അവിടെയൊക്കെ നമുക്ക് പോവാം. എന്തിനു? ഒരു നൂറ്റാണ്ടുകൾക്ക് മുമ്പായിരുന്നുവല്ലോ സതീ സമ്പ്രദായം ഈ കേരളത്തിലടക്കം നിലനിന്നിരുന്നത്. ഭർത്താവ് മരിച്ചാൽ ആ ഭർത്താവിന്റെ ചിതയിൽ ചാടിയിട്ട് ഭാര്യ ജീവനൊടുക്കണമെന്ന മൗഢ്യമായ ധാരണയും വിശ്വാസവും അതിന്റെ പ്രവർത്തനവും ഈ കേരളത്തിലടക്കം കഴിഞ്ഞു പോയിട്ടില്ലേ? ആ സതീ സമ്പ്രദായത്തെ അതിനെതിരെ ശബ്ദിച്ച രാജാ റാം മോഹൻ റോയിക്ക് ഭ്രഷ്ട് കൽപ്പിക്കാൻ അവരെ ഈ രാജ്യം തയ്യാറായിട്ടില്ലേ? അറേബ്യൻ രാജ്യത്തിൽ 6-ാം നൂറ്റാണ്ടിൽ അവസ്ഥ എന്തായിരുന്നു? തനിക്ക് ജനിച്ചു വീഴുന്നത് പെൺകുഞ്ഞാണെന്നറിഞ്ഞാൽ ഈ ഭൂമി മാതാവിന്റെ ഹരിതാപമാർന്ന മാറിടത്തിലേക്ക് കൺതുറന്നൊന്ന് നോക്കാൻ പോലും ആ പെൺകുഞ്ഞിനെ സമ്മതിക്കാതെ ജീവനോടെ കുഴിച്ചു മൂടിയിരുന്ന ഒരു അറേബ്യൻ കാടത്തത്തിന്റെ മകുടോദാഹരണമായിരുന്ന ജനത അറേബ്യൻ രാജ്യങ്ങളിൽ കഴിഞ്ഞു പോയിട്ടില്ലേ?
ഇതൊക്കെ മറച്ചു വെച്ചിട്ട് ഇസ്ലാമിനെതിരെ, ഇസ്ലാമിന്റെ സ്ത്രീ സ്വാതന്ത്ര്യത്തിനെതിരെ ശബ്ദിക്കുന്ന അഭിനവ മുഫ്തിമാരും അഭിനവ നിയമപാലകന്മാരും ഇവരൊക്കെ ഇസ്ലാമിന്റെ യഥാർത്ഥ, ഇസ്ലാം സ്ത്രീക്ക് കൊടുത്ത യഥാർത്ഥ വശം ഒന്ന് പഠിച്ചിട്ടുണ്ടെങ്കിലോ, ഏതെങ്കിലും ഒരു പ്രത്യയ ശാസ്ത്രത്തിലോ, ലോകത്തുള്ള 900,000 മതസംഘടനകളുടെയും പ്രത്യയ ശാസ്ത്രങ്ങളുടെയും ഗ്രന്ഥാവലിയിലോ ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിൽ പെണ്ണിനെ കുറിച്ചിട്ട് ഹുന്ന ലിബാസുൽ ലക്കും വഅൻതും ലിബാസുൽ ലഹുന്ന, പെണ്ണ് നിങ്ങൾക്കുള്ള വസ്ത്രമാണ്, നിങ്ങൾ പെണ്ണിനുള്ള വസ്ത്രമാണെന്ന് എന്ന് പഠിപ്പിച്ച ഏതെങ്കിലും ഒരു പ്രത്യയ ശാസ്ത്രം ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ടോ? ഇന്ന് ലോകത്തുള്ള ഏത് മതത്തിന്റെ ഗ്രന്ഥം ഒന്ന് പരിശോധിച്ചു നോക്കിയാലും ഇത്ര മനോഹരമായിട്ട് പെണ്ണിനെ പറഞ്ഞ, പെണ്ണിന് സ്ഥാനം കൊടുത്തൊരു പ്രത്യയ ശാസ്ത്രം ലോകത്ത് കാണാൻ കഴിയുമോ? ഹുന്ന ലിബാസുൽ ലക്കും വഅൻതും ലിബാസുൽ ലഹുന്ന, പെണ്ണ് നിങ്ങളുടെ വസ്ത്രമാണ്, സ്ത്രീകൾ നിങ്ങൾക്കുള്ള വസ്ത്രമാണ്. വഅൻതും ലിബാസുൽ ലഹുന്ന, നിങ്ങൾ അവർക്കുള്ള വസ്ത്രമാണെന്ന് പെണ്ണിനെ പഠിപ്പിച്ച, പെണ്ണിന് സംരക്ഷണത്തിന്റെ കവചമൊരുക്കിയ ഒരു പ്രത്യയ ശാസ്ത്രം ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് അല്ലാഹുവിന്റെ പരിശുദ്ധ ഇസ്ലാം. എന്തേ അല്ലാഹു ഹുന്ന ലിബാസുൽ ലക്കും വഅൻതും ലിബാസുൽ ലഹുന്ന എന്ന് പറഞ്ഞു? സ്ത്രീകൾ നിങ്ങളെ വസ്ത്രമാണ്. എന്തേ അല്ലാഹു ലക്ഷങ്ങൾ മുടക്കിയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന അമ്പരചുംബികളായ നമ്മുടെ വീടുകളോട് അല്ലാഹു പെണ്ണിനെ ഉപമിച്ചില്ലല്ലോ? പെണ്ണുങ്ങൾ നിങ്ങൾക്കുള്ള വീടാണെന്ന് അല്ലാഹു പറഞ്ഞില്ല. അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും ആശിച്ചു വാങ്ങുന്ന ഒരു വാഹനത്തോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പെണ്ണിനെ ഉദാഹരിച്ചില്ല. അല്ലെങ്കിൽ നമ്മളെ ഏക്കറക്കണക്കായ സമ്പത്തിനോട് അല്ലാഹു പെണ്ണിനെ ഉദാഹരിച്ചില്ല. പകരം അല്ലാഹു ഉദാഹരിച്ചത് നമ്മളൊക്കെ ദിവസം ഉപയോഗിക്കുന്ന വസ്ത്രത്തിനോടാണ്. അവർ നിങ്ങൾക്കുള്ള വസ്ത്രവും നിങ്ങൾ അവർക്കുള്ള വസ്ത്രവും എന്നാണ് അല്ലാഹു പറഞ്ഞത്. എന്തേ അല്ലാഹു ആ വസ്ത്രത്തിനെ ഉദാഹരിക്കാനുള്ള കാരണം? ഒരു മനുഷ്യൻ അവന്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് ജനിച്ചു വീണ സെക്കൻഡ് മുതൽ അവൻ 6 അടി മണ്ണിൽ കൊണ്ടുപോയി വെക്കുന്ന സമയത്ത് പോലും അവന്റെ വസ്ത്രത്തോട് അവൻ വേർപിരിയുന്നില്ല. ചിന്തിക്ക് സഹോദര, ചിന്തിക്ക് പെങ്ങളെ. അള്ളാന്റെ പരിശുദ്ധ ഖുർആന പരിചയപ്പെടുത്തുന്നത് ഒരു മനുഷ്യന് ജനിച്ചത് മുതൽ മരിച്ച ഖബറിൽ കൊണ്ടുപോയി വെക്കുന്നത് വരെ 24 മണിക്കൂറും അവന്റെ ശരീരത്തിൽ നിന്ന് വസ്ത്രം വേർപിരിഞ്ഞു പോകുന്നില്ല. അള്ളാഹു വീടിനോട് ഉദാഹരിച്ചിരുന്നുവെങ്കിൽ ഒരു വേള വീട് പൂട്ടിയിട്ട് വീട്ടുകാർ മുഴുവനും പുറത്തു പോകുന്ന ഒരു ദിവസമുണ്ടാകും. അതുപോലെ വാഹനത്തോട് ഉദാഹരിച്ചിരുന്നെങ്കിൽ വാഹനം പാർക്ക് ചെയ്തിട്ട് ഡ്രൈവർ ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അഥവാ ആ വീടും വീട്ടുകാരനും വാഹനവും വാഹനക്കാരനും തമ്മിൽ വേർപിരിയുന്ന ഒരു സമയമുണ്ടാകും. അഥവാ അങ്ങനെ ഉദാഹരിച്ചാൽ ആണും പെണ്ണും അഥവാ ഭാര്യയും ഭർത്താവും വേർപിരിഞ്ഞു നിൽക്കേണ്ട ഒരു ഘട്ടം ഉദാഹരിക്കേണ്ടി വരും. എന്നാൽ ഒരു ഭാര്യയെ സംബന്ധിച്ച് ഭർത്താവിന്റെ വസ്ത്രം അവന്റെ ശരീരത്തോട് ചേർന്ന് കിടക്കുന്ന പോലെ അവനോട് ഒട്ടിച്ചേർന്ന് കിടക്കേണ്ടവളാണ് ഭാര്യ. ഒരു ഭർത്താവിനെ സംബന്ധിച്ച് അവളെ ശരീരത്തോട് ഒട്ടിച്ചേർന്ന് കിടക്കുന്ന വസ്ത്രം പോലെ അവനോട് ഒട്ടിച്ചേർന്ന് കിടക്കേണ്ടവളാണ് ഭാര്യ. അഥവാ ഭാര്യയെ വേർപിരിയുന്ന, പെണ്ണിനെ വേർപിരിയുന്നൊരു സമയവും പുരുഷനില്ല. പുരുഷനെ വേർപിരിയുന്നൊരു സമയോ ഭാര്യയ്ക്ക് ഉണ്ടാവാൻ പാടില്ല. മാത്രമല്ല, ഭാര്യ അറിയാത്ത രഹസ്യം ഭർത്താവിനുണ്ടാവാൻ പാടില്ല. ഭാര്യ അറിയാത്ത രഹസ്യം ഭർത്താവിനുണ്ടാവാൻ പാടില്ല. ഭർത്താവ് അറിയാത്ത രഹസ്യങ്ങള് ഭാര്യയിലും ഉണ്ടാവാൻ പാടില്ല. നമ്മളൊരു രഹസ്യമായ കാര്യം ചെയ്യുമ്പോ നമ്മുടെ കൂട്ടുകാരിൽ നിന്ന് നമുക്ക് മറച്ചു വെക്കാം, നമ്മുടെ സന്തത സഹചാരികളിൽ നിന്ന് മാറ്റിവെക്കാം, നമ്മുടെ സഹയാത്രികരിൽ നിന്ന് മാറ്റിവെക്കാം, നമ്മളെ സ്വന്തക്കാരിൽ നിന്ന് ബന്ധക്കാരിൽ നിന്ന് മറച്ചു വെക്കാം. പക്ഷേ നമ്മൾ ധരിച്ച വസ്ത്രത്തിൽ നിന്ന് ആ രഹസ്യം മറച്ചു വെക്കാൻ കഴിയില്ല.
നമ്മൾ ധരിച്ച വസ്ത്രത്തിൽ നിന്ന് ആ രഹസ്യം മറച്ചു വെക്കാൻ കഴിയില്ല. അങ്ങനെ മറച്ചു വെക്കണമെങ്കിൽ അവന് പരിപൂർണ്ണ നഗ്നനായിട്ട് പോയി രഹസ്യം പറയേണ്ടി വരും, രഹസ്യം ചെയ്യേണ്ടി വരും. അങ്ങനെ ഒരു മുസ്ലിം പരിപൂർണമായി നഗ്നനാവുക എന്നുള്ളത് ഇസ്ലാമിൽ ഇല്ലതാനും. അഥവാ ഇത്രത്തോളം പെണ്ണിന് സ്വാതന്ത്ര്യം കൊടുത്ത ഒരു മതം, പരിഗണന കൊടുത്ത ഒരു മതമുണ്ടെങ്കിൽ അത് അള്ളാഹുവിന്റെ പരിശുദ്ധ ഇസ്ലാം മാത്രമാണ്. അത് മാത്രമല്ല, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 7 വൻദോഷങ്ങൾ എണ്ണി. 7 വൻദോഷങ്ങൾ എണ്ണിയ കൂട്ടത്തിൽ അള്ളാഹുവിന്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നെണ്ണിയതേതാ? സജ്ജനവതികളായ പെണ്ണുങ്ങളെ കുറിച്ച് വ്യഭിചാരാരോപണം നടത്തുക. സ്വാലിഹത്തായ പെണ്ണിനെ കുറിച്ച്, ഒരു മുഅ്മിനത്തായ പെണ്ണിനെ കുറിച്ചിട്ട് വ്യഭിചാരാരോപണം നടത്തുക, ആ പെണ്ണിനെ കുറിച്ചിട്ട് കദ്ഫ് പറയുക. അത് ഇസ്ലാമിൽ വൻദോഷങ്ങളിൽ 7 വൻദോഷങ്ങളിൽ ഒരു ദോഷമായി അല്ലാഹുവിന്റെ റസൂൽ എണ്ണിയതാണ്. പോരാ, കദ്ഫ് പറഞ്ഞിട്ട് അതെങ്ങാനും സാക്ഷികളെ കൊണ്ട് തെളിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, വ്യഭിചാരാരോപണം നടത്തിയിട്ട് അത് അർഹമായ സാക്ഷികളെ കൊണ്ട് തെളിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ 80 അടി അടിക്കണമെന്ന്, ഹദ് നടപ്പിലാക്കണമെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഒരു മതമുണ്ടെങ്കിൽ, ഒരു പ്രത്യയ ശാസ്ത്രമുണ്ടെങ്കിൽ അത് പരിശുദ്ധ ഇസ്ലാം മാത്രമാണ്. അത് പരിശുദ്ധ ഇസ്ലാം മാത്രമാണ്. പോരാ, ഒന്നും കൂടെ, പെണ്ണിന്റെ വസ്ത്രധാരണത്തെ കുറിച്ചിട്ട് ആ ഇസ്ലാമിനെ ആക്ഷേപിക്കുന്നവരുണ്ടല്ലോ. എന്നാൽ നിങ്ങളൊന്ന് നോക്കൂ. അല്ലെങ്കിൽ പെണ്ണ് പുറത്തിറങ്ങുന്നതിനെ കുറിച്ച്, പെണ്ണ് ഇതരരുമായിട്ട് കൂടിക്കലരുന്നതിനെ കുറിച്ച്, പെണ്ണിന് വീടിന്റെ അകത്തളത്തിൽ തളച്ചിടപ്പെട്ടു എന്ന് ആക്രോശിക്കുന്നവരുണ്ടല്ലോ. അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ പെണ്ണിന് കൊടുത്തത് ഒരു പവിഴമുത്തിന്റെ സ്ഥാനമാണ്. ഒരു പവിഴമുത്തിന്റെ സ്ഥാനമാണ് അള്ളാഹുവിന്റെ ദീൻ ഒരു പെണ്ണിന് കൊടുത്തത്. ഒരു പളുങ്കിന്റെ സ്ഥാനമാണ്. ഒട്ടകത്തിന്റെ പിന്നിലിരുത്തിയിട്ട്, ഭാര്യയെ ഒട്ടകക്കട്ടിലിരുത്തിയിട്ട് ഒട്ടകത്തെ വേഗത്തിൽ തെളിച്ചു കൊണ്ടുപോകുന്ന സ്വഹാബിയെ വിളിച്ചിട്ട്, നിന്റെ ഒട്ടകത്തിന്റെ പിന്നിലിരിക്കുന്നത് അത് പളുങ്കിന്റെ പാത്രമാണ്, സ്ഫടികത്തിന്റെ പാത്രമാണ്, അത് പൊട്ടാതെ സൂക്ഷിക്കണമെന്ന് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർഡർ കൊടുത്തിട്ടുണ്ടെങ്കിലോ, ഇസ്ലാം പെണ്ണിനൊരു പവിഴമുത്തിന്റെ സ്ഥാനമാണ് കൽപ്പിച്ചത്. പവിഴമുത്തിന്റെ സ്ഥാനമാണ് കൽപ്പിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഉമ്മു മൈദിയാ റളിയല്ലാഹു അൻഹ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അടുത്ത് വന്നിട്ട്, യാ റസൂലല്ലാഹ്, നബിയേ, ഈ സാധുവായ പെണ്ണിനൊരു ആഗ്രഹമുണ്ട് നബിയേ. എനിക്ക് ഏറ്റവും വലിയ മോഹമേതെന്നറിയോ? അങ്ങയോടൊന്നിച്ച് ഈ പള്ളിന്റെ അകത്തളത്തിൽ ഒരു വക്ത് നിസ്കാരം ജമാഅത്തായി നിസ്കരിക്കണം നബിയേ. അങ്ങേ മാമാക്കിയിട്ട് എനിക്ക് മൗമൂമായിട്ട് അങ്ങയോടൊന്നിച്ചൊരു നേരത്തെ നിസ്കാരം എനിക്ക് നിർവഹിക്കണം നബിയേ. ഇത് പറഞ്ഞ ഉമ്മു ഹുമൈദിയ റളിയല്ലാഹു അൻഹയോട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് വാ, വേഗം ഒളു കൊടുത്തിട്ട് കേറ്, നിസ്കരിക്കാൻ, നിന്റെ ആഗ്രഹം ഞാൻ അങ്ങോട്ട് സാധിപ്പിച്ചു തരാ എന്നല്ലല്ലോ മുത്തായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്താ? പെണ്ണേ, നിനക്ക് ഈ പള്ളിയിലുള്ള എന്നോടൊന്നിച്ചുള്ള നിസ്കാരത്തെക്കാൾ ഏറ്റവും ഉത്തമമായത് നിന്റെ വീടിന്റെ ഉള്ളിന്റെ ഉള്ളറയാ. നിന്റെ വീടിന്റെ ഉള്ളിന്റെ ഉള്ളറയാണ് പെണ്ണേ നിനക്ക് ഏറ്റവും ഉത്തമമായതെന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട സഹോദര, എന്റെ പൊന്നു പെങ്ങളെ, ഇസ്ലാം പെണ്ണിനെ അടുക്കളത്തളത്തിലോ അല്ലെങ്കിൽ ഉള്ളറയിൽ തളച്ചിടപ്പെടുകയല്ല ചെയ്തത്. ആ പവിഴമുത്തിനോളം സമാനമായ സ്ഥാനം കൊടുത്ത പെണ്ണിനെ മറ്റുള്ളവന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കാനല്ല അല്ലാഹുവിന്റെ പരിശുദ്ധ ദീൻ തീരുമാനിച്ചത്. അല്ലാഹുവിന്റെ പരിശുദ്ധ ദീൻ തീരുമാനിച്ചു അത് പവിഴമുത്താണ്. അല്ലേ? നമ്മൾ ഏറ്റവും വിലപിടിപ്പുള്ള ഒരു വസ്തുവിനെ നമ്മൾ എന്താ ചെയ്യാ? ഏറ്റവും വിലമതിക്കപ്പെടുന്ന വിലപിടിപ്പുള്ള ഒരു വസ്തു നമ്മുടെ കൈവശമുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യാ? വീട്ടിലാണെങ്കിൽ അത് അലിമറയുടെ ഉള്ളിന്റെ ഉള്ളറയിൽ കൊണ്ടുപോയി നമ്മൾ സൂക്ഷിക്കും. അല്ലെങ്കിൽ നമ്മൾ ബാങ്കിന്റെ ലോക്കറിൽ കൊണ്ടുപോയിട്ട് സൂക്ഷിക്കും.
എന്നിട്ടോ അത്രത്തോളം ആ വിലപിടിപ്പുള്ള വസ്തുവിനെ നമ്മൾ ഉള്ളിന്റെ ഉള്ളറയിൽ കൊണ്ടുപോയി സൂക്ഷിക്കുന്നുവെങ്കിൽ അള്ളാന്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പെണ്ണെന്ന പവിഴമുത്തിനെ അതൊരു ശവത്തെ പോലെ പൊതുദർശനത്തിന് വെക്കാനല്ല, അത് മറ്റുള്ളവനെ കണ്ട് ആസ്വദിക്കാനായിട്ടല്ല, ഒരു പൊതുദർശന വസ്തുവോ അല്ലെങ്കിൽ മറ്റുള്ളവനെ കണ്ട് ആസ്വദിക്കാനുള്ള ഒരു വസ്തുവായിട്ടല്ല അള്ളാഹു പെണ്ണിനെ, അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പെണ്ണിനെ ഉദാഹരിച്ചത്. അത് വളരെ വിലപിടിപ്പുള്ള വസ്തുവാണ്. അതിനെ ഉള്ളിന്റെ ഉള്ളറയിൽ സൂക്ഷിക്കാനാണ് അള്ളാഹുവിന്റെ ദീൻ സ്പർശിച്ചത്. അള്ളാഹുവിന്റെ ദീൻ സ്പർശിച്ചത് അങ്ങനെയാണ്. പോരാ, الرجال قوامون على النساء. പെണ്ണുങ്ങളുടെ കൈകാര്യകർത്താക്കളാണ് ആണുങ്ങളെന്ന് പരിശുദ്ധ ഖുർആൻ പറയാനുള്ള കാരണം എന്ത്? الرجال قوامون على النساء. പെണ്ണിന്റെ കൈകാര്യകർത്താവ് പുരുഷനാണ്, അഥവാ പെണ്ണിന്റെ ബോഡി ഗാർഡായിട്ട് നടക്കേണ്ടവനാണ് പുരുഷന്. പെണ്ണിന് സർവ്വ സംരക്ഷണവും നൽകേണ്ടത് പുരുഷനാണ്. അള്ളാന്റെ ദീനൊരു പൊതുദർശന വസ്തുവാക്കിയില്ല, അള്ളാഹുവിന്റെ ദീനൊരു പരസ്യപ്പരകയിലെ പ്രദർശന വസ്തുവാക്കിയില്ല. പകരം പറഞ്ഞതെന്ത്? الرجال قوامون على الرجال قوامون على النساء. പെണ്ണിന് ആവശ്യമായ സംരക്ഷണം, അവളെ കാര്യങ്ങളെല്ലാം നടത്തി കൊടുക്കേണ്ടത് അത് പുരുഷന്റെ ബാധ്യതയാണ്, അത് പുരുഷന്റെ കാര്യമാണെന്ന് നിഷ്കർഷിക്കുകയാണ് അള്ളാന്റെ പരിശുദ്ധ ദീന് ചെയ്തത്. ഇതെന്നൊക്കെ മനസ്സിലാക്കുന്നത് എന്താ? ഇതിൽ നിന്ന് ബുദ്ധിയുള്ളവൻ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഇനി ഒന്നുമില്ല, ഇനി ഒന്നും കൂടെ നോക്കൂ നിങ്ങൾ. പുരുഷന് സമാധാനം തേടണോ, പുരുഷന് സമാധാനം കിട്ടണോ, അവന്റെ മനസ്സിൽ നീറുന്ന പ്രശ്നത്തിനൊരു അഴവ് വേണോ, അവന്റെ മനസ്സ് തിരയടങ്ങാത്ത കടല് പോലെ പ്രക്ഷുബ്ധമായിട്ട് നിൽക്കുകയാണോ, അതിനൊരു ആശ്വാസം നൽകാൻ അള്ളാന്റെ ദീന് പറഞ്ഞതെന്താ? അള്ളാന്റെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞതെന്താ? വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജാ. നിങ്ങളുടെ ശരീരങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്കുള്ള ഇണകളെ അല്ലാഹു സൃഷ്ടിച്ചത്. ആദം നബി അലൈഹിസ്സലാമിനെ കളിമണ്ണ് കൊണ്ട് സൃഷ്ടിച്ച അല്ലാഹ് ആദം നബി അലൈഹിസ്സലാമിനുള്ള ഇണയെ എന്തിനെ ആദം നബി അലൈഹിസ്സലാമിന്റെ വാരിയെല്ല് ഊരിയെടുത്തിട്ട് സൃഷ്ടിച്ചത്? ആദം നബി അലൈഹിസ്സലാമിനെ കളിമണ്ണ് കൊണ്ട് സൃഷ്ടിച്ച പടച്ച തമ്പുരാന് ആ ആദമിനുള്ള ഇണയെയും കളിമണ്ണ് കൊണ്ട് സൃഷ്ടിക്കാമായിരുന്നുവല്ലോ. അല്ലാഹു അങ്ങനെയല്ല ചെയ്തത്. ആദം നബി അലൈഹിസ്സലാമിന്റെ വാരിയെല്ല് ഊരിയെടുത്തിട്ട് അതുകൊണ്ട് ഹവ്വാ റളിയല്ലാഹു അൻഹയെ സൃഷ്ടിക്കുകയാണ് ചെയ്തത്. ആ സൃഷ്ടിച്ചത് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. എന്നിട്ട് അല്ലാഹു തആല പറയുന്നു, അങ്ങനെ സൃഷ്ടിച്ചത് എന്തിനെന്നറിയോ? ലിതസ്കുനൂ ഇലൈഹാ. ആ പെണ്ണിലേക്ക് ചെന്ന് ചേർന്നിട്ട് നിങ്ങൾക്ക് മനസ്സമാധാനം കിട്ടാൻ വേണ്ടി, നിങ്ങൾക്ക് ശാന്തി ലഭിക്കാൻ വേണ്ടി, പ്രക്ഷുബ്ധമായ മനസ്സിനൊരു ആശ്വാസം ലഭിക്കാൻ, ലിതസ്കുനൂ ഇലൈഹാ. എന്റെ മനസ്സ് പ്രക്ഷുബ്ധമാണോ, നീ വല്ലാത്ത പ്രയാസത്തിലാണോ, പ്രശ്നങ്ങളിലാണോ, ആശ്വാസത്തിന്റെ വചനാമൃത പകർന്നേകാൻ നിന്റെ പ്രിയപ്പെട്ട ഭാര്യക്കാണ് കഴിയുന്നതെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനാ പരിചയപ്പെടുത്തുന്നത്. എത്ര വലിയ വെല്ലാളി വീരനായ പുരുഷനാണെങ്കിലും അവന്റെ മനസ്സിന് ആശ്വാസം ലഭിക്കാൻ ലിതസ്കുനൂ ഇലൈഹാ, ഭാര്യയിലേക്ക് ചെല്ലട്ടെ. ഇത്രത്തോളം പെണ്ണിന് സ്ഥാനം കൊടുത്ത, പെണ്ണിന്റെ ഇസ്സത്ത് കാത്ത, പെണ്ണിന്റെ മാനം കാത്ത, പെണ്ണിന് സംരക്ഷണം കൊടുത്ത, പെണ്ണിന്റെ കാൽ കീഴിലാണ് സ്വർഗമെന്ന് പ്രഖ്യാപിച്ച ഏതെങ്കിലും ഒരു മതം, ഏതെങ്കിലും ഒരു പ്രത്യയ ശാസ്ത്രം ലോകത്തുണ്ടോ? അൽ ജന്നത്തു തഹത അഖദാമിൽ ഉമ്മഹാത്ത്. നിങ്ങളുടെ ഉമ്മമാരെ കാൽ കീഴിലാണ് നിങ്ങൾക്കുള്ള സ്വർഗമെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഏതെങ്കിലും ഒരു മതം ഈ ലോകത്തുണ്ടോ? ഏതെങ്കിലും മതത്തിന്റെ നേതാവ് ലോകത്തുണ്ടെങ്കിൽ അത് അഷ്റഫുൽ വറാ നബിയുനാ റസൂലുള്ളാഹി. നബിയുനാ റസൂലുള്ളാഹി എന്താ സദസ്സെന്നൊരു സ്വലാത്ത് ഇങ്ങോട്ട് പൊന്നാത്തത്? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഖബൂലാക്കട്ടെ.
ഉമ്മയുടെ കാൽക്കീഴിലാണ്. ഉമ്മയാകുന്ന പെണ്ണിന്റെ കാൽക്കീഴിലാണ് പുരുഷ മേധാവിത്വത്തിനുള്ളവർക്ക് പോലും അള്ളാഹു സ്വർഗം സംവിധാനിച്ചു വെച്ചത്. എത്രത്തോളം ഒരു മതത്തില് പെണ്ണിന് സ്ഥാനം കൊടുത്ത, പെണ്ണിന് സംരക്ഷണം കൊടുത്ത, കേവലം ഉപഭോഗ വസ്തുവാക്കിയിരുന്ന പെണ്ണിന് ജീവിക്കാനുള്ള അവസരം കൊടുക്കുക മാത്രമല്ല, പെണ്ണിന്റെ ഓഹരി അവൾക്ക് അനന്തര സ്വത്തിൽ നിന്നോ, പിതാവിന്റെ അനന്തര സ്വത്തിൽ നിന്നോ, ഭർത്താവിന് അനന്തര സ്വത്തിൽ നിന്നോ, മക്കൾ അനന്തര സ്വത്തിൽ നിന്നോ വിഹിതം കൊടുത്തൊരു മതം അല്ലാഹുവിന്റെ പരിശുദ്ധ ഇസ്ലാം. അഥവാ പെണ്ണിന്റെ മാനം കാക്കാൻ ഇത്രത്തോളം പെണ്ണിന് സംരക്ഷണം ഏർപ്പെടുത്തിയ ഒരു മതവും ലോകത്തില്ല ഇസ്ലാം അല്ലാതെ. ഒരു മതവും ലോകത്തില്ല ഇസ്ലാം അല്ലാതെ. പക്ഷേ വേദനാജനകമെന്ന് പറയാ നമുക്ക്, ആ മതം ഇത്രത്തോളം സംരക്ഷണം കൊടുത്തിട്ടും, ഇത്രത്തോളം സ്വാതന്ത്ര്യം കൊടുത്തിട്ടും, ഇത്രത്തോളം ആ പെണ്ണിന് വല്ലാത്ത സ്ഥാനം കൊടുത്ത് ആദരിച്ചിട്ടും അലങ്കരിച്ചിട്ടും ആ ആദരവും ആ അലങ്കാരം വലിച്ചെറിഞ്ഞിട്ട് തന്നിഷ്ടപ്രകാരം ഇസ്ലാമിന്റെ മംഘമാർ തെരുവിലിറങ്ങിയപ്പോ, അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിന്റെ നിയമസംഹിതയെ കാറ്റിൽ പറത്തിയപ്പോ, ഇസ്ലാം പെണ്ണിന് നിശ്ചയിച്ചിരിക്കുന്ന അതിർവരമ്പുകളും സീമകളും ലംഘിച്ചിട്ട് പെണ്ണ് താൻ തോന്നി തരത്തിലും തന്നിഷ്ടപ്രകാരവും ജീവിക്കാൻ തുടങ്ങിയപ്പോ, അള്ളാഹു പെണ്ണിന് കൊടുത്തിരുന്ന മാനവും അഭിമാനവും ഇസ്സത്തും തകർന്നടിഞ്ഞു. അത് ഇസ്ലാമിന്റെ കുറ്റമല്ല, അത് ഇസ്ലാമിന്റെ കുറ്റമല്ല, അത് ചെയ്തവർക്കുള്ള കുറ്റമാണ്. ചെയ്തവരടുത്ത് സംഭവിച്ചു പോയ പാട്ടാണ്. നോക്കൂ നിങ്ങൾ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, എന്റെ പ്രിയപ്പെട്ട പൊന്നു പെങ്ങന്മാരോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, ഈ ലോകത്തിന്റെ നേതാവ് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പൊന്നുമോള് ഫാത്തിമത്തു സുഹ്റ ബത്തൂൽ റളിയല്ലാഹു അൻഹയുടെ ചരിത്രം പറയുന്നിടത്ത് കാണാം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു യാത്ര കഴിഞ്ഞിട്ട് ഫാത്തിമ ബീവിയെ കാണാൻ ചെന്നപ്പോ, ഫാത്തിമ റളിയല്ലാഹു അൻഹയെ കാണാൻ ചെന്നപ്പോ, സുബ്ഹാന ജല്ല ജലാലുഹു, ഫാത്തിമ ബീവി ധരിച്ച വേഷം ഏതെന്നറിയോ? ഫാത്തിമ ബീവിയുടെ ശരീരത്തോട് ഒട്ടിച്ചേർന്ന് കിടക്കുന്ന ഒരു കളർഫുൾ വേഷം ധരിച്ചിട്ടാ ഫാത്തിമ ബീവി നിൽക്കുന്നത്. വീടിന്റെ അകത്ത്, സഹോദരിമാരെല്ലാം ചിന്തിക്കണം, വീടിന്റെ അകത്ത് ഒരു കളർഫുൾ വേഷം ധരിച്ചിട്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹ നിൽക്കുക. കയ്യും അങ്ങനെ ഒരു വെള്ളി വളയുണ്ട്, കാലില് വെള്ളി പാദസരമുണ്ട്. ഇത് കണ്ടോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിമ ബീവിയുടെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ പിതാവിന്റെ വരവും പ്രതീക്ഷിച്ചിട്ട് നിൽക്കുന്ന പൊന്നുമോളെ കണ്ടു. ഈ വേഷത്തിൽ ഫാത്തിമ ബീവി നിൽക്കുന്നത് കണ്ടപ്പോ സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാത്തിമ ബീവിയോട് സലാം പറഞ്ഞില്ല, ഫാത്തിമ ബീവിയുടെ മുഖത്ത് നോക്കിയിട്ട് പുഞ്ചിരിച്ചില്ല. പൊന്നുമോളെ എന്ന് പറഞ്ഞ് മാറോട് ചേർത്ത് പിടിച്ചിട്ട് ഫാത്തിമ ബീവിയുടെ കവിൾത്തടങ്ങളിൽ ഒരു പിതാവിന്റെ സ്നേഹത്തിന്റെ ചുംബനം അർപ്പിച്ചില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുഖമങ്ങ് ചുവന്നു പോയി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുന്നോട്ട് കാല് വെക്കാതെ തിരിച്ചു നടക്കുകയാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ബേജാറായി. അല്ലാഹ്, ഒന്ന് സലാം പറയാതെ, ഒരു പുഞ്ചിരി സമ്മാനിക്കാതെ, ഒരു വാക്കുമിണ്ടാതെ, സുഖവിവരങ്ങൾ അന്വേഷിക്കാതെ ഈ വീട്ടിലേക്കൊന്ന് കേറാതെ എന്റെ പ്രിയപ്പെട്ട പിതാവ്, ലോകത്തിന്റെ മുത്ത് ആമിന ബീവിയുടെ സത്ത് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിന്തിരിഞ്ഞിട്ടുണ്ടെങ്കിലോ, ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിന്തിരിഞ്ഞ് നടന്നു പോയിട്ടുണ്ടെങ്കിലോ, ഇന്നാ ലില്ലാഹ്, അതിന് പിന്നിൽ എന്തോ കാരണമുണ്ട്. ഫാത്തിമ റളിയല്ലാഹു അൻഹ ചിന്തിക്കുകയാണ്, മനസ്സ് വല്ലാതെ നീറിപ്പുകഞ്ഞു. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് കാര്യം തിരിഞ്ഞു. റബ്ബേ, ഞാൻ ധരിച്ച വേഷമുണ്ടല്ലോ, ഇന്ന് വരെ ഞാൻ ധരിക്കാത്ത വേഷമാണ് ഞാൻ ധരിച്ചത്. ഇന്ന് വരെ ശരീരത്തോടൊട്ടി ചേർന്ന്
കിടക്കുന്ന ഒരു വേഷവും ഫാത്തിമ ബീവി ധരിച്ചിട്ടില്ല. ഫാത്തിമ ബീവിയുടെ കൈയിൽ വളയുണ്ടായിട്ടില്ല. കല്യാണത്തിന്റെ ദിവസം പോലും ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ ഉമ്മ കൊടുത്ത മുത്തുമാലയല്ലാതെ മറ്റു ആഭരണം അണിഞ്ഞിട്ടില്ല. ഫാത്തിമ റളിയല്ലാഹു അൻഹാ തന്റെ പൊന്നുമോന് ഹസൻ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് പറയുന്നു, മോനെ ഹസനേ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ വന്നിട്ടൊന്നും മിണ്ടാതെ, സലാം പറയാതെ, പുഞ്ചിരിക്കാതെ, വിവരം അന്വേഷിക്കാതെ മുഖം ചുവന്നിട്ട് ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിലോ അതിന് ഉമ്മയുടെ വേഷമാണ് കാരണം മോനെ. അതുകൊണ്ട് ഈ വെള്ളിയാഭരണങ്ങള് അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്ത് കൊണ്ടുപോയി കൊടുക്കും മോനെ. അത് പാവപ്പെട്ടവർക്ക് ധർമ്മം കൊടുക്കാൻ ഫാത്തിമ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമോനെ. ഫാത്തിമ ധരിച്ച ഫാത്തിമയോട് ഒട്ടിച്ചേർന്ന് കിടക്കുന്ന വസ്ത്രമുണ്ടല്ലോ, ആ കളർഫുൾ വേഷമുണ്ടല്ലോ, ആ വേഷം ഫാത്തിമ കീറിക്കളഞ്ഞിരിക്കുന്നു, കത്തിച്ച് കരിച്ചു കളഞ്ഞിരിക്കുന്നു എന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്ത് പോയി പറയണേ ഹസനേ. ഹസൻ റളിയല്ലാഹു അൻഹു പോയി കാര്യം പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഫാത്തിമ ബീവിയുടെ വീട്ടിലേക്ക് ഇറങ്ങി വന്നിട്ട് പറയുന്നു, ഫാത്തിമ പൊന്നുമോള്, ശരീരത്തോട് ഒട്ടിച്ചേർന്ന് കിടക്കുന്ന, ശരീരത്തിന്റെ മാംസമായ ഭാഗങ്ങൾ കാണിക്കുന്ന ഒരു പുരുഷനെ ആകർഷിപ്പിക്കുന്ന തരത്തിലുള്ള വേഷമുണ്ടല്ലോ, അത് മുസ്ലിം പെണ്ണിന് യോജിച്ചതല്ല ഫാത്തിമ. ഓ കോലത്തിലുള്ള പെണ്ണുങ്ങൾ എന്റെ ഉമ്മത്തിന്റെ അവസാന കാലഘട്ടത്തിലാണ് ഇറങ്ങുന്നത് ഫാത്തിമ. എന്റെ പൊന്നുമോള്, ഈ ഖിയാമത്ത് നാളിന്റെ അടയാളത്തിൽപ്പെട്ട പെണ്ണാവല്ല ഫാത്തിമ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ പൊന്നു പെങ്ങള് ചിന്തിക്കുമോ? എന്റെ പൊന്നുമോളെ, നിന്റെ മാനം പിച്ച് ചീന്തപ്പെട്ടത് എങ്ങനെയാ? നിന്റെ മാനം വലിച്ചെറിയപ്പെട്ടത് എങ്ങനെയാ? ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിന്റെ അകത്ത് പോലും പാവപ്പെട്ട പെണ്ണ് പിച്ച് ചീന്തപ്പെട്ടത് എങ്ങനെയാ? അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞ, അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ നിസ്കരിച്ച ഒരു മുസ്ലിം പെണ്ണിന്റെ വേഷമുണ്ടല്ലോ. ഒരു മുസ്ലിം പെണ്ണ് ഏത് വേഷം ധരിക്കണമെന്ന് അല്ലാഹുവിന്റെ ദീന് പറഞ്ഞതുണ്ടല്ലോ. ആ നിയമസംഹിത നീ ഇന്ന് കാറ്റിലേക്ക് കാറ്റിപ്പറത്തിയോ? ആ സീമനി എവിടെ ലംഘിച്ചോ അന്ന് മുതൽ പെണ്ണിന്റെ മാനം പിച്ച് ചിന്തപ്പെടുകയാണ്. അന്ന് മുതൽ പാവപ്പെട്ട പെണ്ണ് തെരുവീതികളിൽ വലിച്ചെറിയപ്പെടുകയാണ്. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പെണ്ണിനൊരു വേഷം കൽപ്പിച്ചിട്ടുണ്ട്. ആ വേഷം ധരിക്കുന്ന പെണ്ണ് ഒരിക്കലും തെരുവീതികളിൽ പിച്ച് ചീന്തപ്പെടുകയില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത് ഖുർആൻ പറയുന്നു, അങ്ങനെ ഉണ്ടാവില്ല. അഥവാ ഇസ്ലാം നിഷ്കർഷിക്കുന്ന ഒരു വേഷം പെണ്ണ് ധരിച്ചാൽ ആ പെണ്ണ് പീഡിപ്പിക്കപ്പെടുകയില്ല എന്ന് ഖുർആൻ പറയുന്നു. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനാ പറയുന്നത്, കേട്ടോളൂ. يا أيها النبي قل لأزواجك وبناتك ونساء المؤمنين يدنين عليهن من جلابيبهن ذلك أدنى أن يعرفنا فلا يؤذينا وكان الله غفورا رحيما. ഒരു കാലഘട്ടത്തിന്റെ കവിയത്രിയായിരുന്ന മാധവിക്കുട്ടി കമലാസുരിയ എന്ന നാമം സ്വീകരിച്ചിട്ട് ഇസ്ലാമിന്റെ മഹിതമായ പാതയിലേക്ക് കടന്നു വന്നത് പൊന്നുപങ്ങള് പരിശുദ്ധ ഖുർആനിലെ ഈ ആയത്ത് പഠിച്ചിട്ടാണ്. കമലാസുരയോട് ചോദിച്ചു മാധ്യമ പ്രവർത്തകര്, നിങ്ങൾ നല്ല ഒരു തറവാട്ടിൽ പിറന്ന ഈ സംസ്ഥാനം, ഈ രാജ്യം ആദരിക്കുന്ന ഒരു കവിയത്രിയല്ലേ, എന്നിട്ട് സ്വന്തം പരമ്പരാഗതമായ മതം വലിച്ചെറിഞ്ഞിട്ട് ഇസ്ലാമിലേക്ക് കൂടുകെട്ടിയത് എന്തുകൊണ്ടാണ്? കമലാസുരയ്യ പറഞ്ഞത് എന്തെന്നറിയോ? പരിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തുണ്ട്, പെണ്ണിന്റെ വേഷവിധാനത്തെ കുറിച്ച് പരാമർശിക്കുന്ന ഒരു ആയത്തുണ്ട്. ആ ആയത്തിനെ കുറിച്ച് ചിന്തിച്ചപ്പോഴാണ് ഇസ്ലാമിൽ പെണ്ണ് ഇത്രത്തോളം സുരക്ഷിതയാണെന്ന്
ഞാൻ അറിഞ്ഞത്. ഇത്രത്തോളം സുരക്ഷിതത്വം കൽപ്പിക്കുന്ന ആ മതം ഞാൻ സ്വീകരിച്ചിട്ടില്ല എങ്കിലോ പിന്നെ ഞാൻ എങ്ങനെയാണ് ഈ രാജ്യം ആദരിക്കുന്ന ഒരു കവിയത്രി എന്ന പേര് സ്വീകരിക്കുക? ഏതാ കമലാസുരയെ ആകർഷിച്ച ആയത്ത്? കമലാസുരയ്യ ഇന്ന് ലോകത്തുണ്ടായിരുന്ന എല്ലാ മതഗ്രന്ഥങ്ങളും വരുത്തിയിട്ട് വായിച്ച സ്ത്രീയാ. എല്ലാം ഓരോന്നിനെ കുറിച്ച് വായിച്ചപ്പോഴും പലതിലും പല വൈരുദ്ധ്യങ്ങൾ കണ്ടു. എന്നാൽ പരിശുദ്ധ ഇസ്ലാമില് പരിശുദ്ധ ഖുർആൻ കമലാസുരയ്യ 7 തവണയാണ് ആദ്യം മുതൽ അവസാനം വരെ അതിന്റെ അർത്ഥം, അതിന്റെ തഫ്സീർ വായിച്ചത്. 7 തവണ. 7 തവണ വായിച്ചപ്പോ ഒരു തവണ വായിച്ചതിന്റെ ഡബിൾ വിദ്യാഭ്യാസം രണ്ടാമത് കിട്ടി, പിന്നെ മൂന്നാമത് കിട്ടി, നാലാമത് കിട്ടി, അഞ്ചാമത് കിട്ടി, ആറാമത് കിട്ടി. 7ാമത്തെ തവണ ഖുർആൻ ഓതുമ്പോ, ഖുർആൻ വായിക്കുമ്പോ കമലാസുരയ്യ ഒരു തീരുമാനത്തിലെത്തിയിരുന്നു. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള എന്റെ യാത്ര മുസ്ലിമായിട്ടാണ്. അതുകൊണ്ടാണ് മാധവിക്കുട്ടി പിന്നീട് കമലാസുരയ്യായത്. ആ മാധവിക്കുട്ടിയെ കമലാസുരയ്യാക്കി മാറ്റിയത് പരിശുദ്ധ ഖുർആനിലെ ആയത്താണ്. യാ അയ്യുഹൻ നബിയു, അല്ലയോ നബിയേ, തുല്ലി അസ്വാജിക, അങ്ങയുടെ ഭാര്യമാരോട് പറയണേ, വബനാതിക, അങ്ങയുടെ പെൺമക്കളോടും പോരാ, വനിസാഇൽ മുഅ്മിനീൻ, ഖിയാമത്ത് നാൾ വരെ വരുന്ന മുസ്ലിമീങ്ങളായ മുഅ്മിനീങ്ങളായ പെണ്ണുങ്ങളോടും പറയണേ നബിയേ. വനിസാഇൽ മുഅ്മിനീൻ, മറ്റു മുഴുവൻ പെണ്ണുങ്ങളോടും പറയണം, യുദ്നീന അലൈഹിന്ന മിൻ ജലാബിബിഹിന്ന, അവർ അവരുടെ മൂടുപടം താഴ്ത്തിയിട്ട് കൊള്ളട്ടെ. അവരുടെ മൂടുപടം താഴ്ത്തിയിട്ട് കൊള്ളട്ടെ എന്ന് പറഞ്ഞാൽ എന്താ? പെണ്ണിന്റെ സൗന്ദര്യം പ്രകടമാകുന്ന അവളുടെ മുഖം, അല്ലെങ്കിൽ അവളുടെ മാറിടത്തിന്റെ മുഴുമുഴപ്പ്, അല്ലെങ്കിൽ അവളുടെ ശരീരത്തിന്റെ സ്ത്രീത്വ ഭാഗങ്ങൾ പ്രകടമാക്കുന്ന എല്ലാ ഭാഗവും അവൾ മൂടിക്കൊള്ളട്ടെ, മൂടുപടം ധരിക്കട്ടെ. ഇനി അതിന്റെ അപ്പുറം എന്താ പറയാ ഇസ്ലാം? എന്നിട്ട് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുന്നു, നോക്കൂ നിങ്ങൾ, ആ മൂടുപടം ധരിക്കുക എന്നുള്ളത്, അഥവാ പെണ്ണ് പരിപൂർണമായ ഹിജാബിൽ നടക്കുക എന്നുള്ളത് ആ പെണ്ണിന്റെ ഭംഗി അറിയപ്പെടാതിരിക്കാൻ ഏറ്റവും നല്ലതാണ്. ഒരു പെണ്ണിന്റെ ഭംഗി കാണുമ്പോഴാണല്ലോ ആ പെണ്ണിനെ പീഡിപ്പിക്കപ്പെടുന്നത്, ആ പെണ്ണിനെ ഉപദ്രവിക്കപ്പെടുന്നത്. ആ പെണ്ണിന്റെ ശാരീരികമായ അംഗലാവണ്യവും അവളുടെ ആ സൗന്ദര്യവും മറ്റുള്ളവനെ മത്തു പിടിപ്പിക്കുമ്പോഴാണല്ലോ അവൻ പിന്നാലെ പോകുന്നത്. അള്ളാന്റെ ഖുർആൻ പറഞ്ഞു, ആ മൂടുപടം ധരിക്കൽ, ആ ഹിജാബ് ധരിക്കൽ, പരിപൂർണമായ ഹിജാബിലായിരിക്കൽ, പെണ്ണെ നിന്നറിയപ്പെടാതിരിക്കാൻ ഏറ്റവും നല്ലതാണ്. നിന്നറിയപ്പെടാതിരിക്കാൻ എന്ന് പറഞ്ഞാൽ പെണ്ണെ നിന്റെ സ്ത്രീത്വ ഭാവങ്ങൾ കാണിക്കുന്ന നിന്റെ വേഷം ധരിക്കാതിരുന്നാൽ, ശരീരത്തോട് ഒട്ടിച്ചേർന്ന് കിടക്കുന്ന വേഷം ധരിക്കാതിരുന്നാൽ, അന്യന്റെ മുമ്പിൽ പെണ്ണെ നീ നിന്റെ മുഖം വെളിവാക്കാതിരുന്നാൽ അത് ഏറ്റവും നല്ലത് അതാണ്. ആ വേഷം ധരിച്ചാൽ, ആ ഹിജാബ് ധരിച്ചാൽ, അള്ളാന്റെ ഖുർആൻ ഫലാ എന്ന് പറഞ്ഞാൽ അങ്ങനെ നീ ആ വേഷം ധരിച്ചാൽ ലാ യുദീന, പെണ്ണെ നിന്നെ പീഡിപ്പിക്കപ്പെടുകയില്ല, ഉപദ്രവിക്കപ്പെടൂല. ഉപദ്രവിക്കുക എന്നുള്ള എൻ്റെ ന്യൂ ജനറേഷൻ ഭാഷയാണ്, വാക്കാണ് ഈ പീഡിപ്പിക്കുക എന്നുള്ളത്. അള്ളാഹു കാക്കട്ടെ, അള്ളാഹു കാക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാര്, ഭർത്താക്കന്മാര്, വാപ്പമാര് ഇവരൊക്കെ നല്ലോണം മനസ്സിലാക്കണം. അള്ളാന്റെ ഖുർആനാ പഠിപ്പിച്ചത് ഫലാ യുദീന, ഇസ്ലാം നിഷ്കർഷിക്കുന്ന വേഷം ധരിക്കുന്ന ഒരു പെണ്ണും പീഡിപ്പിക്കപ്പെടുകയില്ല. നിങ്ങളെ നോർത്തോക്കി, ഇപ്പൊ നമ്മളെ കക്കാട് ടൗണിൽ കൂടെ ഒരു പെണ്ണ് നല്ല ടൈറ്റ് ഫിറ്റ് പാൻറ്റും അല്ലേ, ഒന്നും കൂടെ പറഞ്ഞാൽ എന്താ ലെഗീൻസ് ഒക്കെ ധരിച്ചിട്ട്, ഒരു ഇന്നറൊക്കെ അങ്ങനെ ധരിച്ചിട്ട്, തലമുടിയൊക്കെ ഒഴിവാക്കിയിട്ട് പിന്നെ അങ്ങനെ തുറന്നിട്ടിട്ട് ഒരു ക്യാപ്പ്, ഒരു തൊപ്പിയൊക്കെ അങ്ങനെ ധരിച്ചിട്ട് ഓളിങ്ങനെ പോവാ. അങ്ങോട്ടും ഇങ്ങോട്ടും ഓളിങ്ങനെ പോകുമ്പോൾ അല്ലേ 90 വയസ്സായ വയസ്സന്മാരടക്കം നോക്കിപ്പോ ഏതാണ് ഇപ്പം ഈ മുതല് പോണത് അല്ലേ, നോക്കൂലേ? ചെറിയ മക്കൾ വരെ നോക്കി പോകും, ചെറിയ കുട്ടികൾ വരെ നോക്കി പോകും. അതേ സ്ഥാനത്ത്
പരിപൂർണമായ ഹിജാബ് ധരിച്ച് കയ്യുറയും കാലുറയൊക്കെ ധരിച്ചിട്ട് ഒരു മുഖമൊക്കെ മറച്ചുങ്ങാണ്ട് ഒരു സ്ത്രീ പോകുന്നുണ്ടെങ്കിൽ ഒരു മഹലൂക്ക് തിരിഞ്ഞു നോക്കൂല, അല്ലേ? ഒരാള് തിരിഞ്ഞു നോക്കൂല. ആ പർദ്ദയിട്ട് പോകുന്ന പെണ്ണിനോട് കമന്റ് അടിക്കാൻ ഒരാളുണ്ടാവൂല. ഒരു ബസ് സ്റ്റോപ്പിലുള്ള TVS കമ്മിറ്റിയും ആ പെണ്ണിനെ കമന്റ് അടിക്കൂല. പിന്നെ അതേ സ്ഥാനത്ത് എല്ലാം പ്രകടമാക്കുന്ന, അവളുടെ മുഖത്തിന്റെ ഭംഗി കാണിക്കുന്ന, അല്ലെങ്കിൽ അവളുടെ ശരീരത്തിന്റെ ആകാര വടിവ് കാണിക്കുന്ന വേഷം ധരിച്ചിട്ട് ഒരു പെണ്ണൊന്ന് പുറത്തിറങ്ങട്ടെ, ആ പെണ്ണിന്റെ പിന്നാലെ പോവാത്ത കണ്ണുണ്ടാവോ? അള്ളാന്റെ ഖുർആൻ അതാ പറഞ്ഞത്, നീ പരിപൂർണമായി ഹിജാബ് ധരിച്ചിട്ട് പുറത്തിറങ്ങിയാൽ ഫലാ യുദീന, പെണ്ണ് പീഡിപ്പിക്കപ്പെടുകയില്ല, ഉപദ്രവിക്കപ്പെടുകയില്ല. അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, അള്ളാന്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഒരു ഹദീസ് നിനക്കറിയുമോ മോള്? എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് കേൾക്കണേ, വേഷവിധാനത്തിൽ ശരീരം പ്രകടമാക്കിയിട്ട് അത് അഭിമാനമാണെന്ന് തോന്നിപ്പോകുന്ന ഈ ദീനിന്റെ മാനം കെടുത്തിക്കളയുന്ന മാനം കെട്ട പെണ്ണ്, ശരീരത്തിന്റെ സ്ത്രൈണഭാവങ്ങൾ പ്രകടമാക്കുന്ന വേഷം ധരിച്ചിട്ട് അതിൽ അഭിമാനം കൊള്ളുന്ന ഏതെങ്കിലും ഒരു പെണ്ണ് ഈ സദസ്സിൽ നിന്നിട്ട് ഈ വിനീതന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിലോ പൊന്നുമോളെ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിന്നെ കുറിച്ച് പറഞ്ഞതെന്തെന്നറിയോ പെണ്ണ്? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു, ഒരു കൂട്ടം പെണ്ണുങ്ങളെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കാണാതിരിക്കട്ടെ, ആ പെണ്ണുങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല, അവർക്ക് സ്വർഗത്തിന്റെ വാസന പോലും കിട്ടൂല. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കാണാതിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആഖിറത്തിൽ അവർക്ക് ശഫാഅത്തില്ല, അല്ലാഹുവിന്റെ റസൂലിന്റെ ശഫാഅത്ത് അവർക്കില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തായ തങ്ങളെ മഹനീയ കരങ്ങളെ കൊണ്ട് ഹൗലുൽ കൗസർ അവർക്കില്ല. അവർക്ക് വേണ്ടിയിട്ട് സിറാത്തിങ്കലോ മീസാനിങ്കലോ വന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിനോട് അപേക്ഷിക്കുകയില്ല. ആ പെണ്ണുങ്ങളെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കാണാതിരിക്കട്ടെ, ആ പെണ്ണിന് സ്വർഗത്തിലേക്ക് പാസില്ല, അവൾക്ക് സ്വർഗത്തിന്റെ വാസന പോലും കിട്ടുകയില്ല. ഒരാൾ 500 കൊല്ലം യാത്ര ചെയ്താൽ എത്ര വിദൂരത്തേക്ക് സഞ്ചരിക്കുമോ അത്ര വഴി ദൂരം സ്വർഗത്തിന്റെ വാസന എത്തുന്നതാ. പക്ഷേ ഈ പെണ്ണിന് ആ സ്വർഗത്തിന്റെ വാസന അഥവാ 500 കൊല്ലത്തെ വഴി ദൂരം പോലും അത്ര അടുത്ത് പോലും എത്തിച്ചേരാൻ ഈ കൂട്ടം പെണ്ണിന് സാധ്യമല്ല. ഭൗതിക കലാലയങ്ങളിലേക്ക് വേഷവിധാനത്തിന്റെ പേരിൽ മത്സരിച്ചു പോകുന്ന പെണ്ണ്, പാശ്ചാത്യന്റെ വേഷമാണ് എന്റെ ശരീരം കാക്കുന്നതെന്ന മൗഢ്യമായ ധാരണയില് ഇറങ്ങുന്ന മോഡൽ വേഷം ധരിച്ചിട്ട് മറ്റുള്ളവന്റെ ലൈക്കും കമന്റും സ്വീകരിക്കാൻ തുനിഞ്ഞിറങ്ങിയ മുസ്ലിം പെണ്ണ്, പൊന്നുമോളെ ഒന്ന് ചിന്തിച്ചോ, നെഞ്ചത്ത് കൈ വെച്ച് ചിന്തിച്ചോ മോളെ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്റെ കണ്ണുകൊണ്ട് ഞാൻ കാണാതിരിക്കട്ടെ എന്ന് പറഞ്ഞ കൂട്ടത്തില്, സ്വർഗത്തിലേക്ക് ടിക്കറ്റ് ഇല്ലെന്ന് പറഞ്ഞ കൂട്ടത്തില്, സ്വർഗത്തിന്റെ വാസന പോലും കിട്ടൂല എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ കൂട്ടത്തില്, എന്റെ പൊന്നുപങ്ങള്, നിങ്ങളെ ഇടം തേടിയോ, ആരെങ്കിലും സ്ഥാനം നേടിയോ എന്ന് ഈ സദസ്സിലിരുന്ന് ചിന്തിക്കുക. അല്ലാഹു ബോധം നൽകുമാറാവട്ടെ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്റെ കണ്ണുകൊണ്ട് കാണാതിരിക്കട്ടെ എന്ന് പറഞ്ഞ കൂട്ടത്തില് എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ നീ പെട്ടിട്ടുണ്ടോ നോക്കിക്കോളൂ. അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന പെണ്ണേതെന്നറിയോ? എന്റെ കണ്ണുകൊണ്ട് ഞാൻ കാണാതിരിക്കട്ടെ എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ പെണ്ണാരെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാ, വസ്ത്രം ധരിച്ചിട്ടും നഗ്നത മറക്കാത്ത പെണ്ണാ
പെണ്ണാണ്, വസ്ത്രം ധരിച്ചിട്ട് നഗ്നത മറക്കാത്ത പെണ്ണാണ്. 3 കൂട്ടം പെണ്ണുങ്ങളെ കുറിച്ചാ പറയുന്നത്. 3 കൂട്ടം പെണ്ണിനെ കുറിച്ചാ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. വനിസാഉൻ കാസിയാത്തുൻ ആരിയാത്തുൻ മുമീലാത്തുൻ മായിലാത്തുൻ റൂസഹുന്ന കഅസ്മിനത്തിൽ ബുഖ്തിൽ മായിലാ ലാ യദ്ഖുൽനൽ ജന്നത വലാ തജിദ്ന റീഹഹാ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന സ്വർഗ്ഗത്തിന്റെ വാസന പോലും കിട്ടാത്ത പെണ്ണേതെന്നറിയോ? നിസാഉൻ കാസിയാത്തുൻ ആരിയാത്ത്. അവള് വസ്ത്രം ധരിച്ചിട്ടുണ്ട്, പക്ഷേ അവളെ നഗ്നത മറഞ്ഞിട്ടില്ല. വസ്ത്രം ധരിച്ചിട്ടുണ്ട്, പക്ഷേ അവളെ നഗ്നത മറഞ്ഞിട്ടില്ല. ഈ പെണ്ണാണ് സ്വർഗ്ഗത്തിന്റെ വാസന കിട്ടാത്ത പെണ്ണെന്ന് നബിയുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വസ്ത്രം ധരിച്ചിട്ടും നഗ്നത മറക്കാത്ത പെണ്ണിനെ മഹാരഥന്മാരായ മുഹദ്ദിസീങ്ങളായ പണ്ഡിതന്മാർ 3 ഗണത്തിലാ പെടുത്തുന്നതാ. വസ്ത്രം ധരിച്ചിട്ടും നഗ്നത മറക്കാത്ത പെണ്ണ് എന്ന് പറയുന്ന ആ ഭാഗത്തെ മഹാന്മാരായ മുഹദ്ദിസീങ്ങൾ വിശദീകരിക്കുന്നത് കാണാം. 1 പകുതി വസ്ത്രം ധരിക്കുക, പകുതി വെളിവാക്കുക. അല്ലേ? ഈ ഹാഫ് കയ്യ ചുരിദാറ് എന്ന പോലെ മുട്ടിനൊപ്പം പാവടയുള്ള യൂണിഫോം ഒക്കെ ഇട്ട് പോകുന്ന ഒന്നിനത്രയും പ്രായപൂർത്തിയെത്തിയ പെൺകുട്ടികളെയൊക്കെ കാണാം. അല്ലേ? ചെറിയ ഡ്രസ്സൊക്കെ ധരിച്ചിട്ട് പോകുന്ന പെണ്ണ്, പിന്നെ ഈ മുറിക്കൈയുള്ള ചുരിദാറൊക്കെ ധരിച്ചു പോകുന്ന പെണ്ണ്, കഴുത്തിങ്ങനെ മിച്ചഭൂമിയൊക്കെ ഇങ്ങനെ വെളിവാക്കിയിട്ട് ഇറക്കി വെട്ടിയ പിന്നിക്കൊക്കെ മുഴുവനും കാണിക്കുന്ന രൂപത്തിൽ വേഷം ധരിക്കുന്ന പെണ്ണ്. ഇങ്ങനെ ശരീരത്തിന്റെ ചില ഭാഗങ്ങൾ മറച്ച് മറ്റു ചില ഭാഗങ്ങൾ വെളിവാക്കുന്ന വേഷം ധരിക്കുന്ന പെണ്ണ് 1. രണ്ടാമത്തെ പെണ്ണേതെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹദീസിൽ നിന്ന് മഹത്തുക്കളായ മുഹദ്ദിസീങ്ങൾ പറയാ, അവളെ ശരീരത്തോടൊട്ട് ചേർന്ന് കിടക്കുന്ന, അവളെ ശരീരത്തിന്റെ ആകാര വടിവ് പ്രകടമാക്കുന്ന ടൈറ്റ് ഫിറ്റ് വേഷം ധരിക്കുന്ന പെണ്ണാണ്. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, നീ ഇന്ന് ധരിക്കുന്ന നിന്റെ ശരീരത്തോട് ഫിറ്റായി കിടക്കുന്ന ഷേപ്പ് ചെയ്ത പർദ്ദയുള്ള മോള്, നീ ധരിക്കുന്ന ചുരിദാറുണ്ടല്ലോ, മറ്റ് വേഷവിധാനങ്ങളുണ്ടല്ലോ, അത് മുഴുവനും നിന്റെ സ്ത്രീത്വഭാവം പ്രകടമാക്കുന്നതാ. ആ പെണ്ണിനെ കുറിച്ചാ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്റെ കണ്ണുകൊണ്ട് കാണാതിരിക്കട്ടെ, ആ പെണ്ണ് സ്വർഗത്തിലേക്ക് കടക്കുകയില്ല, സ്വർഗത്തിന്റെ വാസന പോലും ആ പെണ്ണിന് കിട്ടുകയില്ല. ടൈറ്റ് ഫിറ്റ് വേഷം ധരിക്കുന്ന പെണ്ണ്, നിന്റെ പർദ്ദയുടെ അളവെന്നെടുത്ത് നോക്ക് പെണ്ണ്. മറ്റു വേഷം ധരിക്കുന്ന പെണ്ണ് പ്രത്യേകിച്ച് ഞാൻ ഓർമ്മപ്പെടുത്തുകയാ, ഈ കാലഘട്ടത്തിൽ ഏറ്റവും വ്യാപകമായ വേഷമുണ്ടല്ലോ, ലെഗിൻസ് എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം വസ്ത്രമുണ്ടല്ലോ. വല്ലാഹി എന്റെ പൊന്നുപെങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിബ്ബിന്റെ ഭാഗത്ത് പഠിപ്പിക്കുന്ന എന്ന ഹദീസുകളിൽ കാണാം, തിബ്ബിനെ സംബന്ധിച്ച് പഠിപ്പിക്കുന്ന ഹദീസുകളിൽ കാണാം, ഏതെങ്കിലും ഒരു പെണ്ണ് അവളെ ശരീരത്തോട് ഒട്ടിച്ചേർന്ന് കിടക്കുന്ന വസ്ത്രം ധരിച്ചു പോയാൽ അവളെ ശരീരത്തിൽ പൊടിയുന്ന വിയർപ്പിന്റെ കണങ്ങള് ഒഴുകിപ്പോവാതെ അവളെ ശരീരത്തിലെ വസ്ത്രത്തോട് ഉണങ്ങിച്ചേർന്നിട്ട് ആ ശരീരത്തോട് ഇണങ്ങിച്ചേർന്ന വസ്ത്രത്തിൽ നിന്നുള്ള ആ വിയർപ്പിന്റെ അംശങ്ങളെങ്ങാനും ഒരു പെണ്ണിന്റെ ശരീരത്തിൽ ഒട്ടിച്ചേർന്ന് നിന്നാൽ അവളെ തൊലിപ്പുറത്തുള്ള രോഗം കൊണ്ട് അല്ലാഹു പരീക്ഷിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പെണ്ണുങ്ങളെ ക്യാൻസറിൽ 17% ക്യാൻസർ രോഗികളും അവരുടെ സ്കിന്നിൽ ക്യാൻസർ ഉള്ളവരാണ്, തൊലിപ്പുറത്ത് ക്യാൻസർ ഉള്ളവരാണ്. 17% പെണ്ണുങ്ങൾക്കും സ്കിന്നിനാ ക്യാൻസർ, തൊലിപ്പുറത്ത് ക്യാൻസർ. മുത്തായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലെഗിൻസ് ഒക്കെ ധരിക്കുന്ന പെങ്ങന്മാരെന്ന് ചിന്തിക്കാം. എന്താ ലെഗിൻസ് ആദ്യം മനസ്സിലാക്കണോ? സംഗതി 100 രൂപ കൊടുത്താൽ കിട്ടുന്ന സാധന, അല്ലെ 150 രൂപ കൊടുത്താൽ കിട്ടുന്ന സാധന. പക്ഷെ അതെന്താ ആദ്യം മനസ്സിലാക്കണം. പാശ്ചാത്യൻ രാജ്യങ്ങളിലും അറേബ്യൻ രാജ്യങ്ങളിലും പെണ്ണുങ്ങൾ ധരിക്കുന്ന അടിവസ്ത്രമാണ് ഇന്ന് നമ്മളെ കേരളത്തിലെ പെണ്ണുങ്ങൾ മോഡലായി ധരിക്കുന്ന ലെഗിൻസ്. അറിയോ?
പാശ്ചാത്യ രാജ്യങ്ങളിലെ പെണ്ണുങ്ങൾ ധരിക്കുന്ന അടിവസ്ത്രം അത് ഇവിടെ വന്നപ്പോ മോഡലായി. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് നിങ്ങൾ കണ്ടില്ലേ, കോഴിക്കോട് ജില്ലയിൽ ഒരു പെമ്പറന്നുള്ള കോഴിക്കോട് ടൗണിൽ ഒരു സിനിമാ നടി അവളൊരു ഷോപ്പ് ഉദ്ഘാടനത്തിന് വേണ്ടി വന്നപ്പോ അവളെ തൊലിയോട് അതേ സാദൃശ്യമുള്ള ലെഗിൻസ് ധരിച്ചിട്ടാ വന്നത്. പടച്ച റബ്ബേ, പോലീസും സംഘാടകരും പിന്നെ കരുതിയതിനേക്കാൾ ഡബിൾ ആൾക്കൂട്ടമായി പോകുന്ന ബസ് നിർത്തിച്ചിട്ട് ആൾക്കാർ ഇറങ്ങിയെന്നാ. ബസ് പോകുമ്പോ ബസ് നിർത്തിച്ചിട്ട് ആൾക്കാർ ഇറങ്ങി. എന്തിന്? ഇവളെ കാണാൻ വേണ്ടിയിട്ട്. സംഗതി ഇവൾ ഒന്നും ഇടാണ്ടല്ലേ വന്നത്. പൊട്ടന്മാര് ചിന്തിച്ചെന്താന്നറിയാ, ഇത് കണ്ടോല് ചിന്തിച്ചത് ഇവള് വെറും ചുരിദാറിന്റെ കമ്മീസ് ഇട്ടിട്ടുള്ളൂ, ബാക്കി ഇട്ടിട്ടില്ല എന്നാ. അതുകൊണ്ട് ചെറുപ്പക്കാരൊക്കെ മൊബൈലിന്റെ ക്യാമറ തല തിരിഞ്ഞിട്ടുണ്ടായിരുന്നു പരമാവധി കിട്ടാൻ വേണ്ടിയിട്ട്. മൊബൈലിന്റെ ഒക്കെ ക്യാമറ തല തിരിച്ചിട്ടാ പിടിച്ചിരുന്ന് പരമാവധി കിട്ടാൻ വേണ്ടിയിട്ട്. ഇവൾ ഇട്ട് വന്നത് ലെഗിൻസാന്ന് പിന്നെയാ മനസ്സിലായത്. അള്ളാഹു കാക്കട്ടെ, അള്ളാഹു ബോധം നൽകട്ടെ. എന്റെ പൊന്നു പെങ്ങന്മാരെ, പാശ്ചാത്യ രാജ്യങ്ങളിലെ പെണ്ണുങ്ങൾ ധരിക്കുന്ന അടിവസ്ത്രം കേരളത്തിലെത്തിയപ്പോൾ മോഡൽ വസ്ത്രമായി. ഇങ്ങനത്തെ വേഷം ധരിക്കുന്ന പെണ്ണിനെ കുറിച്ച് മുത്തായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് പെണ്ണിനെ കുറിച്ചാണ്. നിന്റെ ശരീരത്തിൽ പൊടിയുന്ന വിയർപ്പുണ്ടല്ലോ പെണ്ണ്, ആ വിയർപ്പൊഴുകി പോവാതെ അത് നിന്റെ വസ്ത്രത്തിൽ തന്നെ അലിഞ്ഞു ചേർന്നിട്ട് ആ വസ്ത്രം നിന്റെ ശരീരത്തോട് സമയങ്ങളോളം ഒട്ടിച്ചേർന്ന് കിടന്നാൽ തൊലിപ്പുറത്തുള്ള രോഗം കൊണ്ട് അല്ലാഹു പരീക്ഷിക്കുന്നതാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇങ്ങനെ ശരീരം ധരിക്കുന്ന, ഇങ്ങനത്തെ വസ്ത്രം ധരിക്കുന്ന, ശരീരത്തോട് ഒട്ടിച്ചേർന്ന് കിടക്കുന്ന വേഷം ധരിക്കുന്ന പെണ്ണ്, മുറിക്കുപ്പായം തിരിച്ചിട്ടാലും മറിച്ചിട്ടാലും മോഡല്, മുഖത്തിൽ നിന്നും വടിച്ചെടുക്കാം 3/4 കിലോ പൗഡർ, അനക്കം തെറ്റിയാൽ ഉളുക്കി വീഴും ചെരുപ്പുമിട്ട് കാലില്, ഒതുക്കമില്ല ഇളിച്ചു കൊണ്ട് കുണുങ്ങി നടക്കല്. ഇങ്ങനത്തെ പെണ്ണിനെ കുറിച്ചാ അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. ആ പെണ്ണിനെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കാണാതിരിക്കട്ടെ. ആ പെണ്ണിന് സ്വർഗത്തിന്റെ വാസനയില്ല, അവൾക്ക് സ്വർഗത്തിലേക്ക് പാസില്ല. നബിയുനാ റസൂലുള്ളാഹ്. അപ്പൊ ഒന്ന് ശരീരത്തിന്റെ പകുതി ഭാഗം മറച്ചു, പകുതി ഭാഗം മറക്കാത്ത പെണ്ണ്. മറ്റൊന്ന് ശരീരത്തോട് ഒട്ടിച്ചേർന്ന് കിടക്കുന്ന വസ്ത്രം ധരിക്കുന്ന പെണ്ണ്. പുരുഷന്മാർക്കൊക്കെ ഭയങ്കര അഭിമാന, എൻ്റെ ഭാര്യ പർദ്ദടാണ്ട് പുറത്തു പോയില്ല ഉസ്താദെ. ആ വിഷയത്തിലൊക്കെ അവൾ വളരെ ഡീക്കാണ്. പക്ഷെ സംഗതി പർദ്ദയൊക്കെ തന്നെ, അവൾ പർദ്ദിട്ട് തന്നെ പോവുക. പൂരപ്പറമ്പിൽ ബലൂണ് വീർപ്പിച്ച് വെച്ച പോലെ ഉണ്ടാവുന്ന മാത്രം. ബസ്സിൽ സീറ്റ് കിട്ടിയാലും ഈ സാധുക്കൾ ഇരിക്കൂല. അങ്ങനെ നോക്കിയണ, ബസ്സിൽ സീറ്റ് കിട്ടിയാലും ഇരിക്കൂല. കാരണം ഇരുന്ന് കഴിഞ്ഞാൽ ബസ് വല്ല വളവൊന്നൊന്ന് സ്പീഡിലൊന്ന് വീശി ഓടിച്ചാൽ കമ്പിക്ക് ചെന്ന് ജാമാവും. കമ്പിക്ക് ചെന്ന് ജമാട്ടും എന്നിട്ട് ഇതിൻ്റെ സ്റ്റിച്ച് അങ്ങോട്ട് പൊട്ടും. പിന്നെ പൊത്തിപ്പിടിച്ചും കൊണ്ട് നടക്കേണ്ടി വരും. അത് എഴുതിയിട്ട് എന്തിന് സീറ്റിൽ കിട്ടിയിരിക്കൂല. അത് മാത്രമല്ല, റെഡിക്കനൊന്ന് ശ്വാസം വലിച്ചു വിടാനും കൂടെ പറ്റ തയ്യാറാവില്ല. കാരണം ഒരൊറ്റ വിടലാണ് വിട്ടാണ് നെല്ലിനോട് പൊട്ടും. അത് പേടിച്ചിട്ട് അതിന് പോലും കഴിയൂല. ഇങ്ങനത്തെ വേഷം ധരിക്കുന്ന, ഇങ്ങനെ ധരിക്കുന്ന എന്താ? ഇങ്ങനെ നോക്കി കുറച്ചു മുമ്പ് യേശുദാസ് പർദാ പർദാ പർദാ, ഇത് പടച്ചോനെ പറ്റിക്കുന്ന പർദാ, പർദാ പർദാ പർദാ, ഇത് പടപ്പിനെ പറ്റിക്കുന്ന പർദാ. യേശുദാസ് കുറച്ച് മുമ്പ് പാടിയതാ. മൂപ്പരിക്കും തിരിഞ്ഞത് പടച്ചോനെ പറ്റിക്കുന്ന പരിപാടിയാണ്. പടച്ചോനെ മാത്രമല്ല, പടപ്പുകളെയും കൂടെ പറ്റിക്കുന്ന പരിപാടി അല്ലേ? ഇപ്പോ മൂല്യന്മാരൊക്കെ പർദ്ദന്റെ ടൈറ്റിനെ കുറിച്ച് പ്രസംഗിച്ചപ്പോൾ പെണ്ണുങ്ങൾ തീരുമാനിച്ചു, പിന്നെ ടൈറ്റ് ഇല്ലാത്ത ലൂസ് കൂടിയ പർദ്ദടാണ്. ഈ പർദ്ദട്ടിട്ട് ഇവളിങ്ങനെ വരുമ്പോൾ ഇവളാണ് പെണ്ണാണോ വരുന്നത്, അത് വല്ല വവ്വാലാണോ വരുന്നത് സംശയമാണ്. കാരണം അക്കോലത്തിലൊരു സാധനം ഇങ്ങനെ ഇളകി ഇങ്ങനെ വരുന്നുണ്ടാവും. വടി പോലത്തെ ഒരു സാധനം അതിൻ്റെ ഉള്ളിലുണ്ടാവും. ഇതാ അവസ്ഥ. അള്ളാഹു കാക്കട്ടെ. എന്നിട്ട് അതിങ്ങനെ ബസ്സിലൊക്കെ കയറിയിട്ട് കമ്പിക്കൊണ്ട് പിടിച്ചാൽ ഈ സാധനം കീപ്പിട്ട് ഇങ്ങോട്ട് പോരും. കണ്ടക്ടർമാർക്ക് നല്ല സുഖം. മിച്ചഭൂമി ഇങ്ങനെ കാണാം. അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര മനോഹരമായിട്ടാണ് പഠിപ്പിച്ചത്. അള്ളാഹു കാക്കട്ടെ, അള്ളാഹു ബോധം നൽകട്ടെ. ഇങ്ങനത്തെ ടൈറ്റ് ഫിറ്റ് വേഷം ധരിക്കുന്ന പെണ്ണെ നല്ലോണം ചിന്തിച്ചോളൂ, നല്ലോണം ചിന്തിച്ചോളൂ. അള്ളാഹിന്റെ ഖുർആൻ പറഞ്ഞതിന് എതിര് ചെയ്താൽ പീഡിപ്പിക്കപ്പെടും, ഒരു സംശയവുമില്ല. പിന്നെ കോടതി കൂടെ ഒന്നും പോയിട്ട് കാര്യം ഉണ്ടാവില്ല. അള്ളാഹു കാക്കട്ടെ. മൂന്നാമത്തെ വിഭാഗം പെണ്ണേതാണ്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, തൊലി നിറം പ്രകടമാകുന്ന രൂപത്തിൽ വേഷം ധരിക്കുന്ന പെണ്ണാണ്. നിസാഉൻ കാസിയാതുൻ ആരിയാത്
വസ്ത്രം ധരിച്ചിട്ട് നഗ്നയാണെന്ന് പറഞ്ഞ പെണ്ണ് മൂന്നെണ്ണമാണ്. ഒന്ന് ശരീരത്തിന്റെ ചില ഭാഗങ്ങൾ പ്രകടമാകുന്ന വസ്ത്രം ധരിക്കുന്നവൾ, മറ്റൊന്ന് ശരീരത്തോട് ഒട്ടിച്ചേർന്ന് കിടക്കുന്ന വേഷം ധരിക്കുന്നവൾ, മൂന്നാമത്തെ പെണ്ണ് ഏതെന്നറിയോ? ശരീരത്തിന്റെ തൊലി നിറം കാണുന്ന രൂപത്തിൽ വളരെ നേർമയായ വസ്ത്രം ധരിക്കുന്ന പെണ്ണാണ്. അതധികം ശ്രദ്ധിക്കേണ്ടത്. എന്റെ പൊന്നുപങ്ങളെ, നീ തലമറക്കുന്ന നിന്റെ തട്ടമുണ്ടല്ലോ, നിന്റെ തലയിലെങ്ങാനും വെളുത്ത രോമമുണ്ടെങ്കിൽ ആ തട്ടം ധരിച്ചിട്ട് ആ വെളുത്ത രോമം പുറത്തേക്ക് കാണുന്നുണ്ടെങ്കിൽ നിനക്ക് സ്വർഗത്തിന്റെ വാസനയില്ല പെണ്ണേ. പെണ്ണുങ്ങളെ മനസ്സിലാക്കി വെച്ചൊരു മസല എന്താണെന്നറിയോ? ശരീരത്തിൽ കഴുത്ത് വരെ മറക്കല് പിന്നെ ഫർള്, മേലക്ക് തല മറക്കല് സുന്നത്ത്, വേണമെങ്കിൽ മറച്ചാൽ മതി എന്നാ. അങ്ങനെയല്ല അല്ലേ? മൂല്യരിങ്ങനെ അവിടെ നിന്ന് നടന്നു വരിക, ഇവിടുന്ന് അങ്ങോട്ട് പോവാ, തലയിൽ തട്ടല്ലെങ്കിൽ മൂല്യരെ കണ്ട വേഗം എടുത്ത് തരംപെടും. ഒന്നോ ഉസ്താദ് വരുന്നുണ്ട്, കാണരുത്. ഇതുവരെ മുഴുവൻ കാട്ടി പനകൊല മുഴുവൻ കാട്ടിയിട്ടാണ് നടന്നിരുന്നത്. ഒരു കുഴപ്പമില്ല. നോക്കണം. അല്ലെങ്കിൽ ബാങ്ക് കേട്ട പെണ്ണുങ്ങളൊക്കെ എടുത്തിട്ട് തലയിൽ കണ്ടിടും. ബാങ്ക് കേട്ടാൽ മുക്രിച്ച കേൾക്കരുത്, കാണരുത്. ബാങ്ക് കേട്ട തലയിൽ എടുത്തിട്ടു. അങ്ങനെയല്ല. എന്റെ പൊന്നുപങ്ങളെ ചിന്തിച്ചോ, ഇസ്രായിന്റെ മിഅ്റാജിന്റെ യാത്ര അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ജിബ്രീൽ അലൈഹിസ്സലാം പോകുമ്പോ നരകത്തിന്റെ വാതിൽക്ക് നിന്ന് അല്ലാഹുവിന്റെ റസൂൽ നരകത്തിലേക്കൊന്ന് നോക്കി. ആ നോക്കുന്ന സമയത്ത് കണ്ടതെന്തെന്നറിയോ? നരകത്തിന്റെ മധ്യഭാഗത്ത് വലിയൊരു ഫില്ലറുണ്ട്. ആ ഫില്ലറിൽ ചില പെണ്ണുങ്ങളെ തലമുടി പിടിച്ച് കെട്ടിയിരിക്കുകയാണ്. ആ ഫില്ലറിൽ ചില പെണ്ണുങ്ങളുടെ തലമുടി പിടിച്ചു കെട്ടിയിരിക്കുന്നു. എന്നിട്ട് സബാനിയാക്കണായ മലക്കുകൾ ചാട്ടവാറ് കൊണ്ടാ പെണ്ണിനെ അടിക്കുന്നു. ആ പെണ്ണുങ്ങൾ ആ ഫില്ലറിനെ ഇങ്ങനെ വലയം ചെയ്യുന്നു. തലയോട്ടി പൊളിഞ്ഞു പോകുന്ന വേദന കാരണത്താൽ ദിഗന്ധം പിളരുമാറാ പെണ്ണുങ്ങൾ അട്ടഹസിക്കുകയാണ്. ഈ രംഗം കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, യാ ജിബ്രീൽ, ജിബ്രീലേ, ഈ കോലത്തിൽ തലയൂട്ടി പൊട്ടിപ്പിളർന്നു പോരുന്ന രൂപത്തിൽ തലമുടി കൊണ്ട് അദാബെടുക്കുന്ന പെണ്ണുങ്ങൾ ആരാ? ജിബ്രീൽ അലൈഹിസ്സലാം മറുപടി കൊടുത്തു, നബിയേ, രണ്ടു കൂട്ടം പെണ്ണുങ്ങളാ നബിയേ. ഒന്ന് അന്യപുരുഷന്റെ മുമ്പിൽ തലമുടി വെളിവാക്കുന്ന പെണ്ണാണ്. അന്യപുരുഷന്റെ മുമ്പില് തലമുടി വെളിവാക്കി നടക്കുന്ന പെണ്ണാണ്. രണ്ടാമത്തതോ തലമുടി കൊണ്ട് വിവിധ മോഡൽ സ്വീകരിക്കുന്ന പെണ്ണാണ് നബിയേ. തലമുടി കൊണ്ട് വിവിധങ്ങളായ മോഡൽ സ്വീകരിക്കുന്ന പെണ്ണാണ് നബിയേ. ഈ രണ്ട് പെണ്ണുങ്ങൾക്ക് അല്ലാഹു കൊടുക്കുന്നത് അതിഭയങ്കരമായ അദാബാണ്. അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാക്കട്ടെ. ആമീൻ പറ. അല്ലാഹു കാക്കട്ടെ. ഉണ്ടോ അന്യന്റെ മുമ്പിൽ തലമുടി വെളിവാക്കുന്ന, നിന്റെ ശരീരത്തിന്റെ തൊലി നിറം കാണിക്കുന്ന രൂപത്തിൽ മറ്റൊരു കൂട്ടം പെണ്ണുങ്ങളെ മാറിടം പിടിച്ചിട്ട് ഈ ഫില്ലറിലേക്ക് കെട്ടിയിട്ടുണ്ട്. മറ്റൊരു കൂട്ടം പെണ്ണുങ്ങളെ മാറിടം പിടിച്ചിട്ട് ഈ ഫില്ലറിലേക്ക് വലിച്ചു കെട്ടിയിട്ടുണ്ട്. അദാബടിക്കപ്പെടുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, യാ ജിബ്രീൽ, ജിബ്രീലേ, ആരാണ് ഈ ശിക്ഷിക്കപ്പെടുന്ന പെണ്ണുങ്ങള്? ആരാണ് ഈ പെണ്ണുങ്ങൾ? ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, നബിയേ, പുരുഷനെ ആകർഷിക്കുന്ന രൂപത്തിൽ മാറിടത്തിന്റെ മുഴപ്പ് വെളിവാക്കി നടന്ന പെണ്ണാണ്. പുരുഷൻ ആകർഷിക്കുന്ന രൂപത്തിൽ ഒരൊറ്റ നടത്താരാ ചേക്കമ്മാജിന്റെ പേരക്കുട്ടിയാ. അല്ലാഹ് ഒരു നടത്തങ്ങ് നടക്കുക. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ അറിയുമോ? സ്വർഗ്ഗത്തിലെ പെണ്ണ്, സ്വർഗ്ഗത്തിൽ പോകുന്ന പെണ്ണിന്റെ നായികയായ ഫാത്തിമത്തു സുഹ്റ ബത്തൂൽ റളിയല്ലാഹു അൻഹ അല്പം മുന്നോട്ട് കുനിഞ്ഞിട്ടാ നടന്നിരുന്നത്. ഫാത്തിമ ബീവിയുടെ ശരീരം മുന്നോട്ട് കുറച്ച് വളഞ്ഞിട്ടാ നടന്നിരുന്നത്. ഫാത്തിമ ബീവിയോട് ചോദിച്ചുവല്ലോ, ഫാത്തിമ, എന്തേ അങ്ങനെ നടക്കുന്നത്? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പൊന്നുമോള് ഫാത്തിമ ബീവി പറഞ്ഞത് എന്തെന്നറിയോ? രണ്ട് കാരണമുണ്ട്. ഒന്ന്, എന്റെ പിതാവ് നബിയുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വല്ലാത്ത വിനയം കാരണത്താൽ മുന്നോട്ട് കുനിഞ്ഞിട്ടാ നടന്നിരുന്നത്.
അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ മുമ്പിലുള്ള വല്ലാത്ത വിനയത്താൽ മുന്നോട്ട് അല്പം കുനിഞ്ഞിട്ടാ നടന്നിരുന്നത്. രണ്ടാമത് ഏതെന്നറിയോ? ഏതെങ്കിലും ഒരു പെണ്ണ് അവളെ ശരീരത്തിന്റെ അവളെ മാറിടത്തിന്റെ മുഴപ്പ് കാണുന്ന രൂപത്തില് അവൾ നിവർന്ന് നടന്നാൽ അവൾ അല്ലാഹു നരകത്തിലിട്ട് ശിക്ഷിക്കുമെന്ന് എന്റെ മുത്തായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ മുന്നോട്ട് കുനിഞ്ഞു പോയത്. നല്ലോണം ചിന്തിച്ചോ പെണ്ണേ, നല്ലോണം ചിന്തിച്ചോ പെങ്ങന്മാരൊക്കെ, നല്ലോണം ചിന്തിക്കേണ്ട വിഷയങ്ങളാണ് ഇതൊക്കെ. ഇങ്ങനത്തെ പെണ്ണുങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല വേറെ മോഡൽ കൊണ്ട് ശിക്ഷിക്കും. അങ്ങനെ ഒരുപാട് കൂട്ടം പെണ്ണുങ്ങളുണ്ട്. നാവിങ്ങനെ വലിച്ചിട്ട് ഫില്ലറിൽ ഇങ്ങനെ വലിച്ചു കെട്ടിയിരിക്കുക. ഫില്ലറിൽ കെട്ടിയെന്നൊരു ഹിക്കായത്ത്, അതല്ല സ്വന്തം പിരടിയിലിട്ടിട്ട് ഇങ്ങനെ ബെൽറ്റ് പോലെ കെട്ടിയിട്ടുണ്ട് ഒരു ഹിക്കായത്ത്. ആരാന്നറിയോ? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, നബിയേ അല്ലാഹുവിന്റെ റസൂലേ ഗീബത്ത് നമീമത്ത് പറഞ്ഞ പെണ്ണാണ്, ഗീബത്തും നമീമത്തും പറഞ്ഞു നടന്ന പെണ്ണാണ് നബിയേ. അല്ലാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. ഇങ്ങനെ ഒരുപാട് അദാബടിക്കപ്പെടുന്ന പെണ്ണുങ്ങളുണ്ട് എന്റെ പൊന്നു പെങ്ങള്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ രണ്ടാമത്തെ പെണ്ണേതെന്നറിയോ? ഞാൻ എന്റെ കണ്ണുകൊണ്ട് കാണാതിരിക്കട്ടെ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ രണ്ടാമത്തെ പെണ്ണേതെന്നറിയോ? മുമീലാത്തുൻ മായിലാത്ത്, പുരുഷനിലേക്ക് വേഗം അങ്ങോട്ട് വളയുകയും പുരുഷനെ ഇങ്ങോട്ട് ചായ്പിക്കുകയും ചെയ്യുന്ന പെണ്ണാണ്. ജനറേഷന്റെ ഭാഷയിൽ പറഞ്ഞാല് ഓള് പെട്ടെന്ന് വളയണ സൈസാ. ഓള് പെട്ടെന്ന് വളയ അങ്ങോട്ട്, പെട്ടെന്ന് ഓൾക്ക് ആളെ വീഴ്ത്താനും കഴിയും. ഇങ്ങനത്തെ പെണ്ണ് പുരുഷനിലേക്ക് അങ്ങോട്ട് ചായുകയും പുരുഷനെ ഇങ്ങോട്ട് ചായ്പിക്കുകയും ചെയ്യുന്ന പെണ്ണോ. ഈ പെണ്ണിനെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചായ എന്ന് പറഞ്ഞാല് എന്റെ പെണ്ണുങ്ങന്മാരെ സഹോദരിമാരൊക്കെ നല്ലോണം മനസ്സിലാക്കണം. വ്യഭിചാരത്തിന്റെ വിവിധങ്ങളായ സ്റ്റെപ്പുകൾ ഉണ്ടെന്ന് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വിവിധ സ്റ്റെപ്പ്. ഒന്നാമത്തെ സ്റ്റെപ്പ് അന്നളുറു, അത് നോട്ടമാണ്. അന്നളുറു സഹമും മിൻ സിഹാമി ഇബ്ലീസ്, നോട്ടം എന്നുള്ളത് ഇബ്ലീസ് വിഷത്തിലൂട്ടി അമ്പാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലേ, ഒരു പുരുഷൻ ഒരു പെണ്ണിനെ എങ്ങനെ നോക്കി, തിരിച്ചോളൊന്ന് നോക്കി, ആ തിരിച്ചോട് നോക്കണോടുകൂടെ അവന്റെ മനസ്സിൽ ലഡ്ഡു പൊട്ടി. അവൻ പറയാ, അല്ലോ ഇത് വളയുന്ന ഇത് കൊത്തുന്ന മുത്താനടാ. കാരണം ഒന്നും ഇങ്ങോട്ട് നോക്കുന്നതോടുകൂടെ അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു, ഒരു സ്ത്രീയുടെയും ഒരു പുരുഷന്റെയും നോട്ടം പരസ്പരം കണ്ടുമുട്ടിയാൽ, ഒരു പുരുഷൻ പെണ്ണിനെ നോക്കുകയും അതേ സ്പോട്ടിൽ പെണ്ണ് പുരുഷനെ നോക്കുകയും ചെയ്താൽ, അവരെ നോട്ടം അവിടെ തമ്മിൽ കൂട്ടിമുട്ടിക്കഴിഞ്ഞാൽ ആ കൂട്ടിമുട്ടുന്ന സമയത്ത് ഇബ്ലീസ് ലഅനത്തുല്ലാഹി വ്യഭിചരിക്കുന്നതാണ്. ഇബ്ലീസ് അവിടെ വ്യഭിചരിക്കുകയാണ്, ലഅനത്തുല്ലാഹി അലൈഹി. എന്റെ പൊന്നുപങ്ങള്, ഏതെങ്കിലും ഒരു പുരുഷൻ ഇങ്ങ് നോക്കുമ്പോ നീ അവനെ തിരിച്ചു നോക്കിപ്പോയാൽ അവിടെ വ്യഭിചാരം നടക്കുന്നു എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പുരുഷനിലേക്ക് ചായ എന്ന് പറഞ്ഞാൽ ആ പുരുഷനെങ്ങാനും ഒന്ന് നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ ഓ നിന്നോട് റിക്വസ്റ്റ് ചെയ്താൽ നീ അതിന് എസ് മൂള. ഇതിലേറെ വെളിവാക്കിയിട്ട് എങ്ങനെയാ പറയാ? ഇതിലേറെ വെളിവാക്കിയിട്ട് എങ്ങനെയാ പറയാ? പുരുഷൻ ഒരു പെണ്ണിനോട് ഇങ്ങോട്ട് വല്ലതും ആവശ്യപ്പെട്ടാൽ, ഹറാമായതിന് ആവശ്യപ്പെട്ടാൽ അവൾ അതിന് എസ് സമ്മതിക്കുക. അല്ലേ, അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാക്കട്ടെ. ഭൗതിക കലാലയങ്ങളിൽ പഠിക്കുന്ന എന്റെ പ്രിയപ്പെട്ട കൊച്ചനിയത്തിമാരാണ് ഈ വിഷയം നല്ലോണം ശ്രദ്ധിക്കേണ്ടത്. ഭൗതിക കലാലയങ്ങളിലോ ബോയ് ഫ്രണ്ട് ഇല്ലാത്ത ഗേളും ഗേൾ ഫ്രണ്ട് ഇല്ലാത്ത ബോയും ആ സ്ഥാപനത്തിന് മാനക്കേടാണ്. അല്ലാഹു കാക്കട്ടെ. എന്റെ പൊന്നുപങ്ങളെ, ഏതെങ്കിലും ഒരുത്തൻ വന്നിട്ട് നിന്നോട് പ്രണയാഭ്യർത്ഥന നടത്തിയാൽ, അവന് നീ അനുവാദം കൊടുത്താൽ അതിന് അവനിലേക്ക് ചാഞ്ഞ പെണ്ണാണ്. അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാക്കട്ടെ. ഏതെങ്കിലും ഒരുത്തനെ, അത് ഫോണിലൂടെ ആയാലും ശരി, ഫേസ്ബുക്കിലൂടെ ആയാലും ശരി, വാട്സപ്പിലൂടെ ആയാലും ശരി, അല്ലേ, മൊബൈൽ ഫ്രണ്ടുകളെ തേടി നടക്കുന്ന കാലമാണല്ലോ. അല്ലാഹു കാക്കട്ടെ.
എന്റെ പ്രിയപ്പെട്ട പങ്ങന്മാര്, ഇങ്ങോട്ട് വരുന്ന ഏതെങ്കിലും ഒരു മെസ്സേജിന് നീ റീപ്ലൈ കൊടുത്താൽ അത് നീ മുമീലാത്തിൽ പെട്ടുപോകും. അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാക്കട്ടെ. നല്ലോണം ചിന്തിച്ചോളൂ എന്റെ പൊന്നു സഹോദരിമാർ, എന്റെ പൊന്നു പെങ്ങളെ. നിനക്ക് മൊബൈൽ ഫ്രണ്ട് വേണ്ട, നിനക്ക് വാട്സപ്പിൽ അന്യ പുരുഷനോട് ചാറ്റിംഗ് വേണ്ട പെണ്ണ്. നിനക്കൊരു വാട്സപ്പിലോ ഫേസ്ബുക്കിലോ ഒരു പുരുഷ ഫ്രണ്ട് വേണ്ട. അത് നീ മുമീലാത്ത് മായിലാത്തിൽ പെട്ടുപോകുന്ന കാര്യമാണ്. അത് വേണ്ട മോളെ. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ, അല്ലാഹു കാക്കട്ടെ. വ്യഭിചാരത്തിന് ഒന്നാമത്തെ സ്റ്റെപ്പ് നോട്ടമാണ്. ഒരിക്കലും ഒരു പെണ്ണും അങ്ങോട്ട് പുരുഷൻ എത്ര അവൻ ഇങ്ങോട്ട് സ്നേഹം തന്നാലും, എത്ര സ്നേഹം തുളുമ്പുന്ന വചനാമൃത പകർന്നേകിയാലും എന്റെ പൊന്നു പങ്ങന്മാര് വീഴരുത്. അത് മുമീലാത്തിൽ പെട്ടുപോകും. മായിലാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? പുരുഷൻ ഇങ്ങോട്ട് ചായ്പിക്കുക, പുരുഷൻ ഇങ്ങോട്ട് ആകർഷിപ്പിക്കുക. അവളുടെ വേഷവിധാനത്തിലൂടെ, അവളുടെ മേക്കപ്പിലൂടെ, അവളുടെ നടത്തത്തിലൂടെ പുരുഷനെ ഇങ്ങോട്ട് ആകർഷിപ്പിക്കുന്ന പെണ്ണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, ഏതെങ്കിലും ഒരു പെണ്ണ് ഭർത്താവിനെ കാണിക്കാനല്ലാതെ അഴകൊരുങ്ങിയിട്ട് പുറത്തിറങ്ങിയാൽ, ഭർത്താവിനെ ആസ്വദിക്കാൻ വേണ്ടിയല്ലാതെ അവനിക്ക് കാണാൻ വേണ്ടിയല്ലാതെ ഏതെങ്കിലും ഒരു പെണ്ണ് അണിഞ്ഞൊരുങ്ങിയിട്ട് പുറത്തിറങ്ങിയാൽ ആ പെണ്ണിനെ പുരുഷന്മാര് കണ്ട് ആസ്വദിച്ചാൽ ആസ്വദിച്ച പുരുഷനും വ്യഭിചാരിയാണ്. പുറത്തിറങ്ങിയ പെണ്ണ് നീയും വ്യഭിചാരിയാണെന്ന് മുസ്തഫായ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു പെണ്ണ് ഭർത്താവിനെ കാണിക്കാൻ വേണ്ടി അല്ലാണ്ട് അണിഞ്ഞൊരുങ്ങ അല്ലേ? നമ്മുടെയൊക്കെ ഭാര്യമാര് ആകെ ഭർത്താവിന് വേണ്ടി അണിഞ്ഞൊരുങ്ങിയത് എപ്പോഴായിരിക്കും? നമ്മളെ കല്യാണത്തിന്റെ അന്നോള് പുതിയ എണ്ണായപ്പോ ഭർത്താവിന് വേണ്ടി അണിഞ്ഞൊരുങ്ങിയതാ. ബാക്കിയുള്ളതൊക്കെ ഇപ്പൊ നമ്മളെ അറിയിക്ക് ചെല്ലുന്ന സമയത്ത് ഓളെ കോലം എന്താന്നപ്പോ നമ്മൾ ഓരോരുത്തർക്കും അറിയില്ലേ അല്ലെ? ഓരോരുത്തർ ചിന്തിച്ചാൽ മതി, വിശദീകരിച്ച് പറയാൻ സമയമല്ല. ഓരോരുത്തർ ചിന്തിച്ചാൽ മതി. അടുക്കളയിലെ കരിയും പുകയും ഒക്കെ ഏകദേശം രാവിലെ മുതൽ വൈകുന്നേരം വരെ അടുക്കളയിലെ എല്ലാ ഡ്യൂട്ടിയും കഴിഞ്ഞ് ഒരുങ്ങി ഇതായി അവസാനം ഇവിടെ റൂമിൽ കൊണ്ട് വരുമ്പോൾ ഏകദേശം ഒരു മുനിസിപ്പാലിറ്റി വണ്ടിയുടെ കോലത്തിലായിട്ടുണ്ടാവും. ഈ കോലത്തിൽ അറയിലേക്ക് വരുന്ന പെണ്ണ്, ആ താത്ത നേരം വെളുത്തിട്ട് കല്യാണത്തിന് പോകുമ്പോൾ അവസ്ഥ നോക്കിയേ നിങ്ങൾ. ഇവള് നാളെ നേരം വെളുത്തിട്ട് അല്ലെങ്കിൽ ഞായറാഴ്ച കല്യാണത്തിന് പോകുന്ന അവസ്ഥ നോക്കിയേ. രാവിലെ 7 മണി 8 മണി മുതൽ തുടങ്ങും പേച്ച് വർക്ക്, കുണ്ടും കുയ്യൊക്കെ അടച്ച് ഒരു ബൈപ്പാസ് ഇങ്ങനെ ഇവിടുന്ന് വരച്ചു കൊടുത്ത് ഇപ്പുറത്ത് ഒരു ബസ് സ്റ്റോപ്പ് ഇങ്ങനെ വരച്ച് അല്ലെ, ഏകദേശം പെയിന്റ് അടിക്കാൻ പറ്റുന്ന ഭാഗത്തൊക്കെ പെയിന്റ് അടിച്ച്. പിന്നെ അന്ന് ലുഹറുമില്ല, അന്ന് അസറുമില്ല, ലുഹുർ അസറും ഇല്ലാത്തോണ്ട് മഗ്രിബുമില്ല. യാ അല്ലാഹ് സിർറ, പിന്നെ ഇശ മാത്രം നിസ്കരിക്കണം. എന്തിനാ പോകുന്നത്? ഈ കോലത്തിലുള്ള അവസ്ഥ. ഇങ്ങനെ ഒരു പെണ്ണ് പുറത്തിറങ്ങിയാൽ ആ പുറത്തിറങ്ങിയ പെണ്ണ് വ്യഭിചാരിയാ. അവള് മാത്രമല്ല ആ പെണ്ണിനെ കണ്ട് ആരെങ്കിലും ആസ്വദിച്ചാൽ അവരും വ്യഭിചാരിയാണെന്ന് നബിയുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പെണ്ണിനെ അവളിങ്ങനെ പോവാ ഈ കോലത്തിൽ ഇങ്ങനെ അണിഞ്ഞൊരുങ്ങിയിട്ട് സൂപ്പറായിട്ട് അവളിങ്ങനെ പോകുമ്പോ നമ്മളൊക്കെ നാട്ടിലുള്ള TVS കമ്മിറ്റി, നിങ്ങൾക്ക് TVS കമ്മിറ്റി എന്ന് പറയുമ്പോൾ അല്ലാണ്ട് ഓടുന്നില്ലല്ലേ? തെക്ക് വടക്ക് സർവീസ് കമ്മിറ്റി, ഇവർക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഏതെങ്കിലും ബസ് സ്റ്റോപ്പിലോ അല്ലെങ്കിൽ ഏതെങ്കിലും റോഡ് സൈഡിൽ പാലത്തിന്റെ കലിങ്കുമ്മേ എവിടെയെങ്കിലൊക്കെ ഇരിക്കുന്നുണ്ടാകും, പ്രത്യേകിച്ച് പണിയില്ല. അങ്ങനെ ഇരിക്കുന്ന ഒരു ടീം ഉണ്ടാകും. അവരെ പണിയാണ്. എന്താ പണി? ഇങ്ങനെ പോകുന്ന ആളെ അമീദച്ചാന്റെ ഭാര്യ പോണുണ്ടോ, ഒരു മുതലാണ് കേട്ടാ. ഇതിങ്ങനെ പറഞ്ഞ് ഇവളെ ആസ്വദിക്കുന്നവനും വ്യഭിചാരിയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. പെണ്ണ്, നീ പുരുഷനെ ഇങ്ങോട്ട് ആകർഷിപ്പിക്കുന്ന പെണ്ണാണ്. മാത്രമല്ല അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അല്ലാഹുവിന്റെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാ, ഏതെങ്കിലും ഒരു പെണ്ണ് അത്തർ പൂശിയിട്ട് പുറത്തിറങ്ങിയാൽ, ഏതെങ്കിലും ഒരു പെണ്ണ് സുഗന്ധം ഉപയോഗിച്ചിട്ട് അവള് പുറത്തിറങ്ങിയാൽ അവളിൽ നിന്ന് ഏതൊക്കെ പുരുഷന്മാരാണോ ആ സുഗന്ധം ആസ്വദിക്കുന്നതെങ്കിൽ ആ പുരുഷന്മാർക്കെല്ലാം വ്യഭിചരിക്കാനുള്ള അവസരം കൊടുത്ത പെണ്ണാണ്. മആദല്ലാഹ്.
അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതാ, അത്തർ പൂശിയിട്ട് സുഗന്ധം പൂശിയിട്ട് ഏതെങ്കിലും ഒരു പെണ്ണ് പുറത്തിറങ്ങി, നല്ല റോയൽ മിറാജിന്റെ സ്പ്രേ അടിച്ചിട്ട് താത്ത പുറത്തിറങ്ങി, ഫുട്പാത്തിലൂടെ ഇങ്ങനെ നടന്നു പോവാ, അല്ലെങ്കിൽ റോഡ് സൈഡിൽ കൂടെ ഇങ്ങനെ നടന്നു പോവാ, നടന്നു പോകുമ്പോ അവൾ അവിടെ എത്തിയിട്ട് അത്തറിന്റെ വാസന ഇവിടുന്ന് പോയിട്ടില്ല, എന്താ വാസന, ഇങ്ങനെ ഏതെങ്കിലും ഒരുത്തിന് ആസ്വദിച്ചു പോയാൽ, ആ വാസന ആസ്വദിച്ചാൽ, ആസ്വദിച്ചവനേതായാലും വ്യഭിചാരിയാണ്. ആസ്വദിക്കാൻ അവസരം കൊടുത്ത പെണ്ണ്, നിന്നിൽ നിന്ന് ഏതൊക്കെ പുരുഷനാണോ ഓ വാസന ആസ്വദിക്കുന്നത്, അവനിക്കെല്ലാം വ്യഭിചരിക്കാനുള്ള അവസരം നീ കൊടുത്തു എന്ന് നബിയുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിന്റെ കാരണത്താൽ ഒരു പുരുഷനും നിന്നെ മോഹിച്ച് പോവാൻ പാടില്ല പെണ്ണ്. നിന്റെ വേഷം കണ്ടിട്ടോ, നിന്റെ മുഖഭംഗി കണ്ടിട്ടോ, നിന്റെ ശരീരത്തിന്റെ അകാരവടിവ് കണ്ടിട്ടോ, അല്ലെങ്കിൽ നിന്റെ നടത്തം കണ്ടിട്ടോ ഒരു കോലത്തിന് നിന്നെ ഒരു പുരുഷനും ആകർഷിക്കാൻ പാടില്ല പെണ്ണ്, നിന്നെ മോഹിക്കാൻ പാടില്ല പെണ്ണ്. അഥവാ മോഹിച്ചിട്ടുണ്ടെങ്കിലോ അവന് മോഹിക്കാൻ അവസരം കൊടുത്തത് നീയാണ്. നിന്നെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മുമീലാത്തും മായിലാത്ത്, പുരുഷനിലേക്ക് അങ്ങോട്ട് ചായുകയും പുരുഷനെ ഇങ്ങോട്ട് ആകർഷിപ്പിക്കുകയും ചെയ്യുന്ന പെണ്ണാണ്. ആ പെണ്ണിന് സ്വർഗമില്ല. ആ പെണ്ണിനെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കാണാതിരിക്കട്ടെ, ആ പെണ്ണ് സ്വർഗത്തിന്റെ വാസന പോലും ആസ്വദിക്കുകയില്ല. അല്ലാഹു കാക്കട്ടെ. മൂന്നാമത്തെ പെണ്ണേതാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, റൂസുന്നക അസ്മിനത്തിൽ ബുഖ്തിൽ മായിലാ, തലമുടി കൊണ്ട് വിവിധങ്ങളായ മോഡൽ സ്വീകരിക്കുന്ന പെണ്ണ്. നേരത്തെ പറഞ്ഞല്ലോ, തലമുടി കൊണ്ട് വിവിധങ്ങളായ മോഡൽ അല്ലേ. നമ്മളെ പെൺകുട്ടികളൊക്കെ ചില പെൺകുട്ടികൾ തലമുടി കണ്ടെങ്കിൽ നിങ്ങൾ കൊച്ചിയിലൊക്കെ മറ്റേ മെട്രോ ട്രെയിന് ഒരു പാലൊരുക്കിയ പോലെ ഇവിടുന്ന് ഇങ്ങോട്ടൊന്നും അങ്ങനെ മേലെ കൂടെ പോയിട്ടുണ്ടാകും, ഇവിടുന്ന് അങ്ങനെ ഒരു മോഡൽ. പിന്നെ ഒരു ബൈപ്പാസ് താഴെ ഇങ്ങോട്ട്, ഒരു ബൈപ്പാസ് ഇങ്ങോട്ട്. ഇനി ഒരു സിഗ്നൽ ലൈറ്റിന്റെ കുറവും കൂടെ ഉള്ള ഇവിടെ വേണ്ടത്, ഒരു സിഗ്നൽ ലൈറ്റും കൂടെ വേണം, ബാക്കിയൊക്കെ ആയിട്ടുണ്ടാവും. ഇങ്ങനത്തെ തലമുടി കൊണ്ട് മോഡൽ സ്വീകരിക്കുന്നത്. ഇപ്പൊ അടുത്തൊരു കല്യാണത്തിന് പോയപ്പോ അവിടുന്ന് ഭക്ഷണം കഴിച്ചു പോന്ന വൈക്കുന്ന ഒരു സുഹൃത്ത് ഒരു ഫോട്ടോ കാട്ടി തന്നു, ഉസ്താദെ ഇന്നത്തെ പെണ്ണിന്റെ തലമുടി നിങ്ങൾക്ക് കാണണോ, ഇന്നത്തെ പെണ്ണിന്റെ തലമുടി കാണണം. അപ്പൊ ഞാൻ ചോദിച്ചു, പാഹ എനിക്ക് എവിടെ നിന്ന് കിട്ടിയത്? എനിക്ക് എവിടെ നിന്ന് കിട്ടിയത്? അപ്പൊ അവൻ പറഞ്ഞു, അല്ല ഇത് എൻ്റെ ഒരു സുഹൃത്ത് ബ്യൂട്ടി പാർലറിലുണ്ട്, അവനാണ് ആ മുടി സെറ്റപ്പ് ആക്കി കൊടുത്തത്. ആ മുടി സെറ്റപ്പ് ആക്കാൻ എത്രയാ പൈസ എന്നറിയോ? 15,000 ഉറുപ്യ. ആ മുടി സെറ്റപ്പ് ആക്കാൻ 15,000 ഉറുപ്യ. എന്നിട്ട് ആ തലന്റെ ഭാഗം, ആ മുടിന്റെ ഭാഗം മാത്രം ഇവൻ എനിക്ക് കാണിച്ചു തന്നു. എനിക്കത് കണ്ടപ്പോൾ തോന്നിയത്, നമ്മളൊക്കെ നാട്ടിൽ കൃഷി ചെയ്യണ ചേന ഉണ്ടല്ലോ, ആ ചേന പറിച്ചിട്ട് തലമ കഴിച്ചു വെച്ചാൽ എന്താ ആ കോലത്തിലാണ്. ആ ചേന പറിച്ചിട്ട് തലമ വെച്ച കോലത്തിൽ 15,000 ഉറുപ്യ കൊടുത്തിട്ട് അത് ഗ്യാരണ്ടി എത്രയാ? 2 മാസത്തിന് ആ തലമുടി അങ്ങനെ തന്നെ ഉണ്ടാവും. 2 മാസം ആ തലമുടി അങ്ങനെ ഉണ്ടാവും. വൺ കണ്ടീഷൻ, തല നനക്കാൻ പാടില്ല. 2 മാസത്തോട് തല നനക്കാണ്ട് കുളിച്ചോളണം. അന്തണ്ടോ? ജനാപത്തുകാരായി കഴിഞ്ഞാൽ പിന്നെ കുളിക്കാൻ പറ്റുമോ? 2 മാസം 15,000 ഉറുപ്യ കൊടുത്തിട്ട് തലമുടി ചേന പോലെ ആക്കി വെച്ചിക്ക. അല്ലാഹു കാക്കട്ടെ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇങ്ങനെ തലമുടി കൊണ്ട് വ്യത്യസ്ത വേഷം കെട്ടുന്ന മോഡൽ കാണിക്കുന്ന പെണ്ണിനെ കുറിച്ച് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞതാണ്, നബിയേ നരകത്തിന്റെ തൂണിലിട്ട് ബന്ധിക്കുന്ന പെണ്ണുങ്ങളെ കൂട്ടത്തില്, ശിക്ഷിക്കുന്ന പെണ്ണുങ്ങളെ കൂട്ടത്തില് ആ പെണ്ണുമുണ്ട് നബിയേ, ആ പെണ്ണുമുണ്ട് നബിയേ. പോരാ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ചിന്തിക്കണേ. ഞാൻ കുറ്റപ്പെടുത്തുന്നതല്ല, ഞാൻ ആരും കുറ്റപ്പെടുത്തിയിട്ട് പറയല്ല. ഇനി ആർക്കെങ്കിലും ഇവിടെ ഇരുന്നിട്ട് ആ ഉസ്താദ് പിന്നെ കുറിച്ചിട്ടാണല്ലോ പറയുന്നതെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളെ കുറിച്ചിട്ട് തന്നെ പറയുന്ന ഒരു സംശയമല്ല. അത് പിന്നെ അവരെ കുറിച്ചിട്ട് തന്നെ പറയുന്ന ഒരു സംശയമല്ല. നോക്കിക്കോ, നല്ലോണം ചിന്തിച്ചോ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബറിന്റെ അദാബിനെ കുറിച്ച് പറയുന്നിടത്ത്, അല്ലാഹു സൃഷ്ടിച്ച സൃഷ്ടികളുടെ കൂട്ടത്തിൽ ഏറ്റവും കാഠിന്യമുള്ള വിഷമുള്ള ശുജാഉൽ അഖ്റ എന്ന സർപ്പത്തെ കുറിച്ച് പറയുന്നുണ്ട്.
ശുജാഉൽ അഖറ എന്ന ഭീകരമായ സർപ്പത്തെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരാമർശിക്കുന്നുണ്ട്. ആ ശുജാഉൽ അഖറ അങ്ങാനും ഒരു തവണ ഭൂമിയിലേക്കൊന്ന് ഊതിപ്പോയാൽ ഈ ഭൂമിയിൽ പിന്നെ പച്ചയായ യാതൊരു വസ്തുവും ഉണ്ടാവുകയില്ല. പുല്ലുപുഷ്പങ്ങളും സസ്യലതാദികളും വൃക്ഷങ്ങളും ഉണ്ടാവുകയില്ല. എല്ലാം ഉണങ്ങിക്കരിഞ്ഞു പോകുന്നതോ. ഭൂമിയിൽ ഒരൊറ്റ വെള്ളത്തടാകവും ഉണ്ടാവുകയില്ല. എല്ലാ വെള്ളത്തടാകവും വറ്റി വരണ്ട് പോകുന്നതാണ്. അത്ര ഭീകരമായ കാഠിന്യമേറിയ വിഷമുള്ള ശുജാഉൽ അഖറ എന്ന സർപ്പമുണ്ടല്ലോ. 3 വിഭാഗം ആളുകളെ നരകത്തിലിട്ട് ഖബറിലിട്ട് ശിക്ഷിക്കാനാണ്. 3 വിഭാഗം ആളുകളെ ഖബറിലിട്ട് ശിക്ഷിക്കാനാണ് ശുജാഉൽ അഖറനെ അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ വിഭാഗം ഏതെന്നറിയോ? നിസ്കാരം ഉപേക്ഷിക്കുന്നവരാണ്. നിസ്കാരം ഉപേക്ഷിക്കുന്ന ആളുകൾ നിസ്സാര ആവശ്യത്തിന് വേണ്ടി കളികളെ പേരും പറഞ്ഞിട്ട്, ആഘോഷങ്ങളെ പേരും പറഞ്ഞ്, കല്യാണത്തിന്റെ പേര് പറഞ്ഞ്, അല്ലെങ്കിൽ വിരുന്നിന്റെ പേര് പറഞ്ഞ്, അതുമല്ലെങ്കിൽ സ്റ്റഡി ടൂർ എന്ന് പറഞ്ഞ വ്യഭിചാരത്തിന്റെ ടൂർ പോകുന്ന കലാലയങ്ങളുണ്ടല്ലോ, ആ പേര് പറഞ്ഞിട്ട് നിസ്കാരം നഷ്ടപ്പെടുത്തുന്ന ആണുങ്ങളില്ലേ, പെണ്ണുങ്ങളില്ലേ? അള്ളാന്റെ പള്ളിയിൽ നിന്ന് വാങ്ങിണ്ട് മധുരാവചനം ഈ പ്രപഞ്ചത്തെ പ്രകമ്പനം കൊള്ളിക്കുമ്പോ കളിക്കളങ്ങളിൽ ഇരുന്നിട്ട് ഉല്ലസിക്കുന്നവരെ അള്ളാന്റെ പള്ളിയിൽ ജമാഅത്ത് നടക്കുമ്പോ നിസ്കാരം ഉപേക്ഷിച്ച് നടക്കുന്ന ചെറുപ്പക്കാരാ, പൊന്നുമോനെ, നിന്നെ ശിക്ഷിക്കാനാ ശുജാഉൽ അഖറ അല്ലാഹു നിയമിച്ചിരിക്കുന്നത്. 1 താരിഖുസ് സ്വലാ, 2 മുദ്മിനുൽ ഖംരി വശാരിബ്, കള്ള്, ലഹരി അത് ഉപയോഗിക്കുന്നവനും അതുമായി ബന്ധപ്പെട്ട ഏത് കാര്യങ്ങളുണ്ടോ അതൊക്കെ ചെയ്യണം. ലഹരി ഉപയോഗിക്കുന്നവൻ അത് കള്ള് കുടിച്ചാലും വേണ്ടില്ല, ഇൻസുലിൻ കുത്തിവെച്ചാലും വേണ്ടില്ല, ക്യാപ്സൂൾ വിഴുങ്ങിയാലും വേണ്ടില്ല, നീ നിന്റെ വായിലോ ചുണ്ടിലോ പല്ലിലോ കടിച്ചു പിടിച്ചാലും വേണ്ടില്ല. ഏതെങ്കിലും രൂപത്തിലോ ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ ഏതെങ്കിലും രൂപത്തിൽ കുല്ലു മുസ്കിരിൻ വ മുഫ്തിരിൻ ഹറാം, ലഹരി ഉണ്ടാക്കുന്ന നിന്റെ മനസ്സുകൾക്ക് ഉന്മാദം നൽകുന്ന ഏതും ഹറാമാണ്. മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലഹരി ഉപയോഗിക്കുന്നവരും അതുമായി ബന്ധപ്പെട്ട ഏത് കാര്യങ്ങൾ ചെയ്യണോന്, അത് കച്ചവടം ചെയ്യണോന്, അത് വിൽക്കണോന്, അത് വാങ്ങണോന്, അതിന്റെ കൗണ്ടറിൽ ഇരുന്ന് എഴുതണോന്, അത് കൊണ്ടു കൊടുക്കുന്ന വാഹനം ഓടിക്കുന്നവന്, ഇവനൊക്കെ ശുജാഉൽ അഖറ ഖബറിൽ ശിക്ഷിക്കുന്ന വിഭാഗത്തിൽ പെട്ടുപോകും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. 3ാമത്തെ പെണ്ണേതെന്നറിയോ? 3ാമത്തെ വിഭാഗം ഏതെന്നറിയോ? പെണ്ണുങ്ങളാണ്. പുരുഷനെ കാണിക്കാൻ വേണ്ടിയിട്ട് ശരീരത്തിന്റെ സൗന്ദര്യം പ്രകടമാക്കുന്ന പെണ്ണാണ്. പുരുഷനെ കാണിക്കാൻ വേണ്ടിയിട്ട് ശരീര സൗന്ദര്യം പ്രകടമാക്കുന്ന പെണ്ണാണ്. അത് നിന്റെ കണ്ണിന്റെ അഴകായാലും, നിന്റെ കവിളിന്റെ അഴകായാലും, നിന്റെ ശരീരത്തിന്റെ സ്ത്രൈണ ഭാഗങ്ങളായാലും, ഏതൊക്കെ തന്നെയായാലും പുരുഷനെ ആകർഷിപ്പിക്കുന്ന, പുരുഷനെ കണ്ടാസ്വദിക്കുന്ന രൂപത്തിൽ വേഷം ധരിക്കുന്ന പെണ്ണേ, എന്നെ കൂടെ ശിക്ഷിക്കാനാ ശുജാഉൽ അഖറനെ അല്ലാഹു ഖബറിൽ സജ്ജമാക്കിയിരിക്കുന്നത്. ആ ശുജാഉൽ അഖറ ഞെരിയാണി മുതൽ മൂർധാവ് വരെ അങ്ങ് ചുറ്റി വരിയുന്നതോ. ചുറ്റി വരിഞ്ഞിട്ട് നിന്റെ മൂർധാവിൽ ഒരൊറ്റ കൊത്തടങ്ങ് കൊത്തുമ്പോ നിന്റെ ശരീരത്തിലുള്ള സകലമാന മാംസങ്ങളും ഉരുകി ഒലിച്ചിട്ട് നീ ഒരു അസ്ഥിപഞ്ജരമായി തീരുന്നതാണ്. ഒരസ്ഥിപഞ്ജരമായി തീരുന്നതാണ്. ഇങ്ങനെ ഒരു ദിവസം 70 തവണ ഖബറിൽ അല്ലാഹു ശുജാഉൽ അഖറനെ കൊണ്ട് ശിക്ഷിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു ബോധം നൽകുമാറാവട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരൊക്കെ നല്ലോണം ചിന്തിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഓരോ വ്യഭിചാരത്തിന്റെ വിവിധങ്ങളായ സ്റ്റെപ്പുകൾ ഉണ്ടെന്ന് പറഞ്ഞു. 1ാമത്തത് കണ്ണ്, നോട്ടം. 2ാമത്തതോ പുഞ്ചിരി. പുഞ്ചിരി അത് വ്യഭിചാരത്തിന്റെ ഒരു സ്റ്റെപ്പാ. ഒരു പെണ്ണ് അന്യ പുരുഷനെ നോക്കിയിട്ട് പുഞ്ചിരിക്കുക, അന്യ പുരുഷൻ പെണ്ണിനെ നോക്കി പുഞ്ചിരിക്കുക. ഇത് രണ്ടും വ്യഭിചാരത്തിന്റെ 2ാമത്തെ സ്റ്റെപ്പാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
അതുപോലെ സംസാരം. മഹദിയായ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ പറയുന്നുണ്ടല്ലോ, ഒരു പെണ്ണെങ്ങാനും അന്യ പുരുഷനോട് വല്ല കാരണത്താലും സംസാരിക്കേണ്ടി വന്നാൽ അവളെ മാർദ്ദവത്തോടെ മൃദുലമായ മയമായ സംസാര രീതിയിൽ പുരുഷനോട് സംസാരിക്കല്ലേ. പെണ്ണ് പുരുഷന്മാരോട് സംസാരിക്കുകയാണെങ്കിൽ അവൾ ഒരിക്കലും നല്ല മൃദുലമായ സൗണ്ടിലോളം എന്ത് ചെയ്യാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല. ഗൗരവത്തോടെ സംസാരിക്കണം. കാരണം എന്താ, അള്ളാഹുവിന്റെ ദീനിന്റെ നിയമം എന്താണ്? ഒരു പെണ്ണിന്റെ ശബ്ദം ഒരു പുരുഷൻ കേട്ടാൽ ആ പുരുഷന് അവളെ കുറിച്ച് ഒരു വികാരം, ഒരു മോഹം അവന്റെ മനസ്സിൽ വരുമെങ്കിൽ പെണ്ണിന്റെ ശബ്ദം കേൾക്കാൻ പാടില്ല. ഒരുത്തിക്ക് ഫോൺ വിളിച്ചപ്പോ ഫോണിൽ കൂടെ നല്ല കിളിക്കൂറ്റ്, നല്ല സൗണ്ട്. അപ്പൊ കേൾക്കുമ്പോൾ ചിന്തിക്കാം, ഇവിടെ സൗണ്ട് ഇത്ര ഉഷാറാണെങ്കിൽ ഇവളാളത്ര ഉഷാറായിരിക്കും. ഇങ്ങനെ ചിന്തിക്കുമെങ്കിൽ ആ പെണ്ണിന്റെ ശബ്ദം പോലും പുരുഷന്മാർ കേൾക്കൽ ഹറാമാണ്. അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാക്കുമാറാവട്ടെ. ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ പഠിപ്പിക്കുകയാണ്, പെണ്ണ് നീ അന്യ പുരുഷനോട് സംസാരിക്കുമ്പോ മാർദ്ദവമായ മയമേറിയ രൂപത്തിൽ സംസാരിക്കല്ല പെണ്ണ്. ചില പെണ്ണുങ്ങള് ഹലോ എന്നാണ് പറഞ്ഞാൽ മതി, ആ ഹലോ കേട്ടാൽ തന്നെ പിന്നെ ഫോൺ വെക്കാൻ തോന്നൂല. അങ്ങനത്തെ പുരുഷൻ അങ്ങോട്ട് വളക്കുന്ന രൂപത്തിൽ സംസാരിക്കുന്ന ചില വിഭാഗങ്ങളുണ്ടാവും. അല്ലാഹു കാക്കട്ടെ. ചില ആണുങ്ങൾക്കുണ്ട് ചില സംസാര വൈഭവം. കാണാൻ അത്ര മുഞ്ചുണ്ടായിക്കൊള്ളൊന്നുമില്ല, പക്ഷെ അവന്റെ സംസാരത്തിൽ അങ്ങ് വീണു പോകും. അങ്ങനത്തെ ചില ആണുങ്ങളുണ്ടാവും, സംസാരത്തിലൂടെ ആളെ വീഴ്ത്താൻ പറ്റുന്ന. അല്ലാഹു കാക്കട്ടെ. നല്ലോണം ചിന്തിച്ചു സഹോദരിമാരെ. പെണ്ണ് അന്യാണിനോട് സംസാരിക്കുമ്പോ മൃദുലമായ രൂപത്തിൽ സംസാരിക്കാൻ പാടില്ല. കാരണം സംസാരം എന്നുള്ളത് വ്യഭിചാരത്തിന്റെ 3ാമത്തെ സ്റ്റെപ്പാണ്. അല്ലാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചുവല്ലോ, ആഖിറു സമാനാകുമ്പോ ഓരോ അവയവങ്ങളെ കൊണ്ട് വ്യഭിചാരം നടക്കുന്നതാണ്. സദാസമയം കൽബകത്ത് വ്യഭിചരിക്കുന്നവർ വരെ, സദാസമയം കൽബകത്ത് വ്യഭിചരിക്കുന്നവർ വരെ ആഖിറു സമാനിൽ ഉണ്ടാകുമെന്ന് മുസ്തഫായ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ ചിന്തിക്കണേ. ഒരന്യ പെണ്ണിനെ നീ കൽബിനകത്ത് സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ, ഒരന്യ പെണ്ണിനോട് നിനക്ക് പ്രണയമുണ്ടെങ്കിൽ, ഒരന്യ പെണ്ണിനോട് നിനക്ക് പ്രേമമുണ്ടെങ്കിൽ, എന്റെ പൊന്നു പെങ്ങളെ, ഒരന്യ പുരുഷനോട് നീ പ്രേമം കാണിക്കുന്നവളാണെങ്കിൽ, ഒരന്യ പുരുഷൻ നിന്റെ മനസ്സകത്ത് കൂടുകൂട്ടിയിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരുത്തനെ നീ കാമുകനായി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ, എന്റെ പൊന്നു പെങ്ങളെ, അവനെ കുറിച്ചുള്ള ചിന്ത നിന്റെ കൽബകത്തുണ്ടാകുന്ന കാലത്തോളം, എന്റെ ചെറുപ്പക്കാരാ, അവളെ കുറിച്ചുള്ള ചിന്ത നിന്റെ കൽബകത്തുണ്ടാകുന്ന കാലത്തോളം നീ വ്യഭിചാരത്തിലാണ്. നമ്മുടെ കൽബ് വ്യഭിചരിച്ചു കൊണ്ടിരിക്കുകയാണ്. കണ്ണ് മാത്രമല്ല, കാത് മാത്രമല്ല, നിന്റെ ഹൃദയമുണ്ടല്ലോ, ആ ഹൃദയത്തെ കുറിച്ച് പോലും അല്ലാഹു ചോദിക്കുന്നതാണ്. നിന്റെ കൽബകത്ത് നീ മറ്റൊരുത്തനെ വെച്ചിട്ട് നിന്റെ മനസ്സിൽ സ്നേഹം തോന്നിപ്പോയോ, അവനെ കുറിച്ച് നീ ചിന്തിക്കുന്ന സമയം മുഴുവനും, അവനെ കുറിച്ച് ഓർത്തിരിക്കുന്ന, അല്ലെങ്കിൽ അവളെ കുറിച്ച് ഓർത്തിരിക്കുന്ന സമയം മുഴുവനും നിന്റെ കൽബ് വ്യഭിചാരത്തിലാ. ലാ യസ്നി സാനി ഹീന യസ്നി ഫഹുവ മുഅ്മിൻ. ഒരു വ്യഭിചാരിയും വ്യഭിചരിക്കുന്ന സമയത്ത് മുഅ്മിനായിട്ട് വ്യഭിചരിക്കുകയില്ല. ഒളിച്ചോട്ടക്കാരികളൊക്കെ നല്ലോണം മനസ്സിലാക്കേണ്ട വിഷയം, നല്ലോണം മനസ്സിലാക്കണം ഈ വിഷയം. അല്ലാഹു കാക്കട്ടെ. ഈ മതത്തിന്റെ മാരടത്തിൽ ചവിട്ടിയിട്ട് എല്ലാ മുസൽമാന്റെയും ശാപം പേറിയിട്ട് അന്യന്റെ കയ്യും പിടിച്ചിട്ട് ഇറങ്ങിപ്പോകുന്നവരുണ്ടല്ലോ, അവരൊക്കെ നല്ലോണം മനസ്സിലാക്കണം. നമ്മൾ കണ്ടതല്ലേ, നമ്മൾ കേട്ടതല്ലേ, കൊയിലാണ്ടിക്കാരൻ മുനീറിന്റെ പൊന്നുമോള് ദിൽഷാന ആ പാവപ്പെട്ട പിതാവിന്റെ മാറിടത്തില് ആ പാവപ്പെട്ട ഉമ്മായുടെ കണ്ണുനീരിന് വില കൽപ്പിക്കാതെ അന്യരിത്തന്റെ കൂടെ ഇറങ്ങിപ്പോയപ്പോ ആ പിതാവ് മാത്രമല്ലല്ലോ, ആ മാതാവ് മാത്രമല്ലല്ലോ,
ആ പെണ്ണിനെ ശപിച്ചത് സമുദായം മുഴുവനും ആ പെണ്ണിന് ശാപവാക്ക് കൊണ്ട് ചൊരിഞ്ഞില്ലേ? അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ, അല്ലാഹു കാക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാ, എന്റെ പൊന്നുപങ്ങള്, അല്ലാഹു നിനക്ക് കണക്കാക്കിയൊരു ദാമ്പത്യ ജീവിതമുണ്ടെങ്കിലോ, അല്ലാഹു നിനക്ക് ഖളാ ചെയ്ത ഒരാണിന്റെ സാമീപ്യവും കരുതലും താങ്ങും തണലും അല്ലാഹു നിനക്ക് ഖളാ ചെയ്തിട്ടുണ്ടെങ്കിൽ മറ്റൊരുത്തനോട് നിനക്ക് ബന്ധം വേണ്ട പെണ്ണ്, മറ്റൊരുത്തനോട് സ്നേഹം നിനക്ക് വേണ്ട പെങ്ങള്, അത് മുസ്ലിമായാലും അത് അമുസ്ലിമായാലും വേണ്ട പെണ്ണ്. കാരണം എന്തെന്നറിയോ? നീ ഒരു അന്യപുരുഷനോടുകൂടെ ഇറങ്ങിപ്പോകുമ്പോ, നീ ഒരു അന്യപുരുഷന്റെ കൂടെ ഇറങ്ങിപ്പോകുമ്പോ നിന്റെ മാതാപിതാക്കളെ ശാപമുണ്ടല്ലോ, ആ ശാപം മാത്രമല്ല പെണ്ണ്, ഒരു സമുദായത്തിന്റെ ശാപം മുഴുവനും നീ ഏറ്റുവാങ്ങും പെണ്ണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അന്യമതസ്ഥന്റെ കൂടെ ഇറങ്ങിപ്പോകുന്ന പെണ്ണ്, അള്ളാന്റെ പരിശുദ്ധ ദീന് പറയുന്നത് എന്തെന്നറിയോ? വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനാ ഫലൻ യുഖ്ബല മിൻഹു വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. അല്ലാഹുവിന്റെ ദീനല്ലാതെ മറ്റൊരു മതം പൊരുത്തപ്പെടുന്ന പെണ്ണ്, മറ്റൊരു തന്നെ കയ്യും പിടിച്ചു പോയിട്ട് അവന്റെ മതാചാര പ്രകാരം ജീവിക്കാമെന്ന് ആഗ്രഹിക്കുന്ന പെണ്ണ്, മരണം വരെ നിന്റെ ഓരോ സെക്കൻഡും വ്യഭിചാരത്തിലാണ്, ഓരോ സെക്കൻഡും നീ വ്യഭിചാരത്തിലാ. വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. ആ ആളുകളുണ്ടല്ലോ, അവരാഖിറ ലോകത്ത് ഏറ്റവും നിന്ദ്യമായ രൂപത്തിലാണ്, അവരാഖിറ ലോകത്ത് ഏറ്റവും നിന്ദ്യമായ രൂപത്തിലാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഒന്നും കൂടെ, അന്യന്റെ പുറകെ പോകുന്ന, അല്ലേ? നമ്മൾ കാണുന്നില്ലേ ഓരോ ഉമ്മമാരെ കരളലിയിപ്പിക്കുന്ന വേദന, ഓരോ ഉമ്മമാരെ കരളലിയിപ്പിക്കുന്ന വേദന നമ്മൾ കണ്ടതല്ലേ? എറണാകുളം കുടുംബ കോടതിയുടെ വരാന്തയിൽ ഫർസാന എന്ന 18 വയസ്സുകാര് കാമുകന്റെ കയ്യും പിടിച്ചിട്ട് കുടുംബ കോടതിയിൽ നിൽക്കുമ്പോ ആ ഫർസാനെ 18 കൊല്ലത്തോളം പൊന്നുപോലെ പോറ്റിയ ഉമ്മയില്ലേ? ആ ഉമ്മ നിറക്കണ്ണുകളോട് പിടക്കുന്ന കൽബുമായിട്ട് പൊന്നുമോളെയും നോക്കി നിൽക്കുകയാ. അല്ലാഹുവേ, എത്ര ദിവസമായി ഞാൻ എന്റെ പൊന്നുമോളെ കണ്ടിട്ട്. ആ ഉമ്മയുടെ കാതുകളെ തുളച്ചിട്ടതാ ജഡ്ജിയുടെ ചോദ്യം വരികയാ. ഫർസാന, നീ 18 വയസ്സായ പെണ്ണാണ്, നിന്റെ തീരുമാനമാണ് ഇവിടെ വിധിക്കപ്പെടുന്നത്. നീ ഉമ്മയെ തെരഞ്ഞെടുത്താൽ നിനക്ക് കാമുകനെ കിട്ടുകയില്ല, കാമുകനെ തെരഞ്ഞെടുത്താൽ ഉമ്മയെ കിട്ടൂല. ഫർസാന, 18 കൊല്ലം നിന്നെ പൊന്നുപോലെ പോറ്റിയ ഉമ്മയെ വേണോ? അതല്ല 18 മാസം മുമ്പോ 18 ആഴ്ച മുമ്പോ പരിചയപ്പെട്ട നിന്റെ കാമുകന്റെ കൂടെ പോവണോ പെണ്ണേ? ഫർസാനയുടെ പ്രിയപ്പെട്ട ഉമ്മയില്ലേ, നിറക്കണ്ണുകളോടെ നിറപ്രതീക്ഷയോടെ പൊന്നുമോളെ നോക്കുകയാ. അല്ലാഹുവേ, എന്റെ പൊന്നുമോള് ഉമ്മയെ വേണ്ടെന്ന് പറയില്ല, എന്റെ പൊന്നുമോൾക്ക് അതിന് കഴിയില്ല റബ്ബേ. കാരണം 18 കൊല്ലക്കാലം എന്റെ പൊന്നുമോൾ എന്റെ അടുത്തല്ലാണ്ട് കിടന്നുറങ്ങിയിട്ടില്ല. എന്റെ പൊന്നുമോൾക്ക് ഞാനില്ലാതെ ഒരു രാവും പകലും കഴിയില്ല റബ്ബേ. എന്റെ പൊന്നുമോളെ ഞാൻ സ്നേഹിച്ച പോലെ ലോകത്തൊരു ഉമ്മയും ഈ എന്റെ പൊന്നുമോളെ സ്നേഹിച്ചുണ്ടാവില്ല റബ്ബേ. ഫർസാനെ ഗർഭിണിയായിരിക്കുന്ന സമയത്താ പിതാവ് പോയത്. പിന്നെ ഒരാളും അന്വേഷിച്ചിട്ടില്ല, ഒരാളെ സഹായം ഉണ്ടായിട്ടില്ല. പാടത്തും പറമ്പത്തും അന്യ വീട്ടിലും പണിയെടുത്തിട്ടാ ഞാൻ എന്റെ പൊന്നുമോളെ 18 കൊല്ലം വരെ പോറ്റിയത്. അതുകൊണ്ട് ഉമ്മ അങ്ങനെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. എന്റെ പൊന്നുമോൾ എന്നെ വേണ്ടെന്ന് പറയില്ല റബ്ബേ. അത് പറയാൻ എന്റെ പൊന്നുമോൾക്ക് കഴിയില്ല റബ്ബേ.
ജഡ്ജി വീണ്ടും ചോദിച്ചു, ഫർസാന 18 കൊല്ലം നിന്നെ പോറ്റിയ ഉമ്മയെ വേണോ, 18 ആഴ്ചകൾക്ക് മുമ്പ് നീ പരിചയപ്പെട്ട നിന്റെ കാമുകനെ വേണോ? മൂന്നാമത്തെ ചോദ്യം കൂടെ ചോദിച്ചപ്പോ ആ ഉമ്മയുടെ കൽബ് പൊട്ടിപ്പിളരുന്ന കോലത്തില് ഫർസാന എന്ന 18 വയസ്സുകാരി പറഞ്ഞത് എന്തെന്നറിയോ? 18 കൊല്ലം എന്റെ ഉമ്മ തന്ന സ്നേഹത്തിന്റെ എത്രയോ ഇരട്ടി 18 ആഴ്ചകളെ കൊണ്ട് എന്റെ കാമുകൻ എനിക്ക് തന്നിട്ടുണ്ട്. 18 കൊല്ലം എന്റെ ഉമ്മ തന്ന സ്നേഹത്തിന്റെ എത്രയോ ഇരട്ടി 18 ആഴ്ചകളെ കൊണ്ട് എന്റെ കാമുകൻ എനിക്ക് തന്നിട്ടുണ്ട്. ആ ഉമ്മയുടെ കൽബ് പെട്ടിപ്പിളരുന്ന രൂപത്തില് ഫർസാനദാ എറണാകുളം കുടുംബ കോടതിയുടെ ചുമര് പോലും നാണിച്ചു പോകുന്ന രൂപത്തിലാ പറയുന്നത്. 18 കൊല്ലം എന്റെ ഉമ്മ തന്ന സ്നേഹത്തെക്കാൾ എത്രയോ ഇരട്ടി എന്റെ പ്രിയപ്പെട്ട കാമുകൻ എനിക്ക് തന്നിട്ടുണ്ട് 18 ദിവസങ്ങളെ കൊണ്ട്. അതുകൊണ്ട് എനിക്ക് എന്റെ ഉമ്മ വേണ്ട, എനിക്ക് എന്റെ കാമുകൻ മതി എന്ന് പറഞ്ഞിട്ട് അന്യരുത്തന്റെ കയ്യും പിടിച്ചിട്ട് കോടതിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോ ഫർസാനയുടെ പൊന്നുമ്മദാ ബോധരഹിതയായി വീഴുകയാണ്. പൊന്നുമോളെ പോവല്ലടേ, ഉമ്മയെ വിട്ട് പോവല്ല മോളെ, ഉമ്മയില്ലാതെ എനിക്ക് നീ ഇല്ലാതെ ഉമ്മക്കാവില്ല മോളെ. ആ ഉമ്മയുടെ കണ്ണുനീരിന് വില കൽപ്പിക്കാതെ, ആ ഉമ്മയുടെ ദീനരോധനം കേൾക്കാതെ ഫർസാന കാമുകന്റെ കയ്യും പിടിച്ചിട്ട് ഒരു വിജയശീലാളിതയായിട്ട് നടന്നു പോകുമ്പോ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നീ ഏതെങ്കിലും ഒരു തന്റെ കയ്യും പിടിച്ചിട്ടിറങ്ങി പോകുമ്പോ വല്ലാഹി എന്റെ മാതാപിതാക്കളെ കണ്ണുനീര് മാത്രമല്ല മോളെ, ഈ സമുദായം മുഴുവനും ഈ മതത്തിന്റെ ഓരോ അനുയായികളും നിന്നെ ശപിക്കുന്നുണ്ട് പെണ്ണേ. ഈ സദസ്സിലിരിക്കുന്ന എന്റെ ശബ്ദം ശ്രമിക്കുന്ന ഏതെങ്കിലും സഹോദരിമാരെ മനസ്സിൽ അങ്ങനെ ഏതെങ്കിലും ഒരു തന്നെ ഇടം നേടിയിട്ടുണ്ടെങ്കിൽ വേണ്ട മോളെ, വേണ്ട പെണ്ണേ. അല്ലാഹു പൊരുത്തപ്പെടാത്ത, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെടാത്ത നിന്റെ മാതാപിതാക്കളെ കണ്ണുനീര് വീഴുന്നൊരു ജീവിതം നിനക്ക് വേണ്ട പെണ്ണേ. മരണം വരെ നീ വ്യഭിചാരിയായി തീരും പെണ്ണേ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്റെ 4ാമത്തെ മാസത്തിൽ ഉമ്മയുടെ ഗർഭാശയത്തിൽ വെച്ച് നിന്റെ പൊക്കിൾ കൊടിക്ക് താഴെ നിന്നെ വിവാഹം കഴിക്കാനുള്ളവന്റെ പേര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ പേര് രേഖപ്പെടുത്തിയവൻ ലോകത്തിന്റെ ഏത് മൂലക്കയുണ്ടെങ്കിലും ഏത് മുക്കിലും മൂലയിലും ഉണ്ടെങ്കിലോ അവൻ നിന്നെ തേടി വരും പെണ്ണേ. അല്ലാഹു കണക്കാക്കിയൊരു സമയമെത്തിയാൽ, അല്ലാഹു തീരുമാനിച്ച സമയമെത്തിയാൽ അല്ലാഹു കണക്കാക്കിയവൻ അടുക്കലേക്ക് നിക്കാഹ് ചെയ്ത് മഹർ തന്ന് സ്വീകരിക്കാൻ എന്റെ അടുക്കൽ വരും പെങ്ങളെ. അതുകൊണ്ട് വല്ലാഹി ഞാൻ ഓർമ്മപ്പെടുത്തുകയാ, ഏതെങ്കിലും ഒരു പെണ്ണിന്റെ മനസ്സിലാ മോഹം പൂത്തിട്ടുണ്ടെങ്കിലോ എന്റെ പൊന്നു പെങ്ങളെ, നിന്റെ കൂടെ ഇറങ്ങിപ്പോകുന്ന നിന്റെ സന്തോഷമുണ്ടല്ലോ, അവനോടൊന്നിച്ചുള്ള നിന്റെ മനോഹരമെന്ന് നീ തോന്നിപ്പോകുന്ന ആ ജീവിതമുണ്ടല്ലോ പെണ്ണേ, വല്ലാഹി നിന്റെ ജീവിതത്തിൽ ഇന്ന് ദുനിയാവിലും നാളെ ആഖിറത്തിലുമുള്ള അവസാനത്തെ സന്തോഷമാണ് പെണ്ണേ, അവസാനത്തെ പുഞ്ചിരിയാണ് പെണ്ണേ. ഇനി നീ ചിരിക്കില്ല പെണ്ണേ, നിന്റെ ജീവിതത്തിൽ നീ സന്തോഷിക്കില്ല മോളെ. കാരണം ആ പാപപ്പെട്ട ഉമ്മയുടെ കണ്ണുനീരുണ്ടല്ലോ, ആ വാപ്പയുടെ കണ്ണുനീരുണ്ടല്ലോ, ഈ സമുദായത്തിന്റെ മുഴുവൻ ശാപമുണ്ടല്ലോ, അത് നിന്നെ വിടാതെ പിന്തുടരുന്നു പെണ്ണേ. ഇന്ന് നാളെ പോയി കിടക്കുന്ന 6 അടി മണ്ണുണ്ടല്ലോ, ആ ഖബറിന്റെ അകത്ത് നിന്റെ ഈ പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, എന്റെ സൗന്ദര്യം കണ്ടിട്ടാണല്ലോ, എന്റെ ശരീരം കണ്ടിട്ടാണല്ലോ അവൻ നിന്റെ പിന്നാലെ കൂടിയത് പെണ്ണ്. ആ സൗന്ദര്യം അങ്ങ് തീർന്നു പോയോ?
പോയാൽ, അല്ലെങ്കിൽ എന്നിലുള്ള മധുവങ്ങ് തീർന്നു പോയാൽ, ആസ്വാദനം തീർന്നു പോയാൽ, ഏതോ റെയിൽവേ ട്രാക്കിലോ അതല്ലെങ്കിൽ ഒരു മുഴം കയറിലോ അതുമല്ലെങ്കിൽ കൊൽക്കത്ത മുംബൈ പോലെയുള്ള റെഡ് സ്ട്രീറ്റുകളിലോ വലിച്ചെറിയപ്പെടുന്ന ശരീരം വിൽക്കപ്പെടുന്ന പെണ്ണായി മാറുമ്പോളേ, അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോട്, നിങ്ങൾ അത്തരക്കാരാണെന്ന അർത്ഥത്തിലല്ല പറയുന്നത്. ആരുടെയെങ്കിലും മനസ്സിലെങ്ങനെ ഒരു വേണ്ടാത്ത ചിന്ത വന്നു പോയിട്ടുണ്ടെങ്കിൽ, അങ്ങനത്തെ ഒരു മോഹം വന്നു പോയിട്ടുണ്ടെങ്കിൽ, ഈ റജബിന്റെ പൊന്നാര മാസത്തിൽ അൽ ജുമുഅത്തു ഹജ്ജുൽ ഫുഖറാഇ വൽ മസാകീൻ, പാവപ്പെട്ടവന്റെ ഹജ്ജിന്റെ ദിവസമായ ഈ ദിവസത്തില് ഈ ഇൽമിന്റെ സദസ്സാകുന്ന സ്വർഗീയ പൂങ്കാവനത്തിലിരുന്നിട്ട് ഒരു പ്രതിജ്ഞ എടുക്കുമോളെ, ഒരു ദൃഢപ്രതിജ്ഞ എടുക്കുമെന്ന്. വല്ലാഹി അല്ലാഹുവേ, എന്റെ മതം മറക്കുന്ന, എന്റെ മതത്തിന്റെ സീമകൾ ലംഘിക്കുന്ന, എന്റെ ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന, എന്റെ കുടുംബത്തെ മുഴുവനും കണ്ണുനീരിലാഴ്ത്തുന്ന ഒരു ബന്ധം എനിക്ക് വേണ്ട അല്ലാഹ്. മരണം വരെ വ്യഭിചരിക്കേണ്ടി വരുന്ന ഒരു ഹറാമായ ജീവിതം എനിക്ക് വേണ്ട അല്ലാഹ് എന്ന് തീരുമാനിച്ചിട്ട് ആ ഹറാമായ ബന്ധത്തോട് വിട പറയാൻ, സലാം പറയാൻ എന്റെ പൊന്നുപങ്ങളെ മനസ്സ് കാണിക്കുക, അതിനു വേണ്ടി ദൃഢപ്രതിജ്ഞ എടുക്കുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ.